കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് അനാട്ടമി, ബേസിക്സ് ഓഫ് അനാട്ടമി, അതിൽ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒക്കെ ഒന്ന് നോക്കി. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ഫോറൻസിക് മെഡിസിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് ഡെപ്ത്, വാട്ട് ഈസ് ഡെപ്ത് ആൻഡ് ചേഞ്ചസ് ആഫ്റ്റർ ഡെപ്ത്, ആ ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കവർ ചെയ്തത്. അപ്പോൾ ചേഞ്ചസ് ആഫ്റ്റർ ഡെത്തിൽ ഇമ്മീഡിയറ്റ്, ഏർലി, ലേറ്റ് ചേഞ്ചസ്, അതിൽ എന്തൊക്കെയാണ്, അവസാനം നമ്മൾ അഡിപ്പോസിയർ, മമ്മിഫിക്കേഷൻ, അത്രയും വരെ എത്തി നമ്മൾ നിർത്തുകയാണ് ചെയ്തത്. ഇന്നത്തേൽ ആദ്യമായിട്ട് നമുക്ക് കവർ ചെയ്യാനുള്ളത് അപ്പോൾ ഡെത്തിന് ശേഷം നടക്കുന്ന ഒരു ലീഗൽ പ്രൊസീജിയർ. ഇത് കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു തിയറി പാർട്ട് പോലെ പറയാം. ഇനി പ്രാക്ടിക്കലായിട്ട് നമുക്ക് കോടതിയിലെ കാര്യങ്ങളിൽ വരുന്ന ആപ്ലിക്കേഷൻ, ഈ ഫോറൻസിക് മെഡിസിൻ കോടതിയിൽ നമ്മൾക്ക് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ വരിക, പ്രധാനമായിട്ടും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു. രണ്ട് തരത്തിൽ. ഒന്ന്, ക്രിമിനൽ കേസുകളിൽ ഡെത്ത്, ഇഞ്ചുറി, അതിൻ്റെയൊക്കെ കാരണം, കോസ്, അതിലേക്കാണ് പ്രധാനമായിട്ടും വരിക. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾക്ക് കൺഫ്രണ്ട് ചെയ്യേണ്ടി വരിക പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റും വൂണ്ട് സർട്ടിഫിക്കറ്റുമാണ്. ഇനി വേറൊരു കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ അത് കോമ്പൻസേഷൻ കേസുകളാണ്. മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ്, വർക്ക്മാൻ കോമ്പൻസേഷൻ, അതേപോലെ ടോർഷ്യസ് ലയബിലിറ്റി, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളിൽ. അതിൽ നമ്മൾ വരുമ്പോൾ ഡെത്ത് ആണെങ്കിൽ ഡെത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് എന്താണ്, ഇഞ്ചുറി കൊണ്ടുണ്ടാകുന്ന എഫക്റ്റ് എന്നുള്ള ആ ഒരു സൈഡിൽ. അത് അപ്പോൾ രണ്ടിൻ്റെയും ആപ്ലിക്കേഷൻ വേറെയാണ്. കോമ്പൻസേഷൻ കേസുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇഞ്ചുറി കൊണ്ടുണ്ടാകുന്ന എഫക്റ്റ് എന്തൊക്കെയാണ് അത് മനസ്സിലാക്കി കോമ്പൻസേഷൻ തീരുമാനിക്കുന്ന കാര്യത്തിന് വേണ്ടിയാണ് അതിൽ ആപ്ലിക്കേഷൻ. ഞാനിപ്പോൾ ക്രിമിനൽ കോടതിയിലെ ആപ്ലിക്കേഷൻ്റെ ആ ഒരു ആംഗിളിൽ കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിരുന്നു. അപ്പോൾ ഡെത്തിന് ശേഷം ചെയ്യുന്ന കാര്യം, ഫോറൻസിക് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ അല്ലെങ്കിൽ ഒട്ടോപ്സിയാണ് പ്രധാനപ്പെട്ട ഒരു പ്രൊസീജിയർ. ഒട്ടോപ്സി എന്ന വാക്ക് ഗ്രീക്കിൽ നിന്ന് ഒട്ടോപ്സിയ എന്ന ഗ്രീക്ക് വാക്ക്, അതിൻ്റെ അർത്ഥം ടു സീ വിത്ത് വൺസ് ഓൺ ഐസ്, സ്വന്തം കണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, അതാണ് ഒട്ടോപ്സി. ഒന്നെങ്കിൽ ഞാൻ കഴിഞ്ഞ തവണ തന്നെ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ ഒന്നെങ്കിൽ ഒട്ടോപ്സി എന്ന വാക്ക് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ എന്ന തന്നെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയാൻ ശ്രദ്ധിക്കണം. കാരണം പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പോസ്റ്റ് മീൻസ് ആഫ്റ്റർ, മോർട്ടം മീൻസ് ഡെത്ത്. പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ഡെത്ത് എന്ന് മാത്രമേ അർത്ഥം വരുന്നുള്ളൂ. പരിശോധന, മരണാനന്തര പരിശോധന, ഡോക്ടർ നടത്തുന്ന പരിശോധന എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ആൻഡ് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ റിപ്പോർട്ട് ഓർ ഒട്ടോപ്സി റിപ്പോർട്ട് എന്ന് നമ്മൾ സ്പെസിഫിക് ആയിട്ട്, വി ബീയിങ് പീപ്പിൾ ഓഫ് ലോ, വി ആർ സപ്പോസ് ടു യൂസ് ദി കറക്റ്റ് ടെർമിനോളജി ഓൾസോ. ഓക്കെ, ഒന്നെങ്കിൽ ഒട്ടോപ്സി റിപ്പോർട്ട് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ റിപ്പോർട്ട് എന്ന് പറയാം. അപ്പോൾ ഈ ഒട്ടോപ്സി എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് ഓഫ് ഒട്ടോപ്സി നമുക്കൊന്ന് പരിചയപ്പെടാം. അതായത് ഒന്ന് പാത്തോളജിക്കൽ ഒട്ടോപ്സി, ദെൻ അനാട്ടോമിക്കൽ ഒട്ടോപ്സി, ആൻഡ് തേർഡ് ഈസ് മെഡിക്കോ ലീഗൽ ഒട്ടോപ്സി. ഈ പാത്തോളജിക്കൽ ഒട്ടോപ്സിയും അനാട്ടോമിക്കൽ ഒട്ടോപ്സിയും നമ്മൾക്ക് ഇപ്പം നമ്മൾ കൺസേൺഡ് അല്ല, പക്ഷെ അതെന്താണെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് പോവാം. പാത്തോളജിക്കൽ ഒട്ടോപ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അസുഖം കൊണ്ടോ അല്ലെങ്കിൽ എന്ത് കാരണം, അസുഖം കൊണ്ട് മരിച്ചാൽ അത് എന്താണ് അസുഖം കൊണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അത് ചികിത്സാശാസ്ത്ര സംബന്ധമായിട്ട് ചികിത്സയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ ചെയ്യുന്നതാണ് പാത്തോളജിക്കൽ ഒട്ടോപ്സി. ദെൻ അനാട്ടമിക്കൽ ഒട്ടോപ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാട്ടമി പർപ്പസിന് വേണ്ടിയിട്ട്, അതായത് ഡെഡ് ബോഡി അല്ലെങ്കിൽ ബോഡിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യ ശരീരത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒട്ടോപ്സിയാണ്
അനാട്ടോമിക്കൽ ഓട്ടോപ്സി. നമ്മളെ സംബന്ധിച്ചിടത്തോളം റെലവെന്റ് ആയിട്ടുള്ളത് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സിയാണ്. മെഡിക്കോ ലീഗൽ ഓട്ടോപ്സിക്ക് പ്രധാനമായിട്ടും 4 പർപ്പസ് ആണുണ്ട്. 4 പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ഫസ്റ്റ് ഈസ് ടു ഐഡന്റിഫിക്കേഷൻ ആണ് ഫസ്റ്റ്. ദെൻ ടു അസർട്ടൈൻ ദി കോസ്, മാനർ ആൻഡ് ടൈം ഓഫ് ഡെത്ത്. ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു ഓട്ടോപ്സി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഐഡന്റിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരിച്ച ആള് ആരാണ് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അത് പല കേസുകളിലും പ്രധാനമാണ്. ചില കേസുകളിൽ മരിച്ചയാളുടെ ഐഡന്റിറ്റി അറിയാവുന്ന ആയിരിക്കും, അപ്പോൾ പിന്നെ ഓട്ടോപ്സിയിൽ അതിന് വലിയ റെലവൻസ് ഇല്ല. പക്ഷെ ഒരു അൺഐഡന്റിഫൈഡ് ബോഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോപ്സിയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് വളരെ പ്രധാനമാണ്. ദെൻ കോസ്, എന്തുകൊണ്ടാണ് മരിച്ചത്, എങ്ങനെയാണ് മരിച്ചത്, അതാണ് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത് ആൻഡ് ടൈം ഓഫ് ഡെത്ത്. ടൈം ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓട്ടോപ്സി നടത്തുന്നതിന് എത്ര മുമ്പാണ് മരണം സംഭവിച്ചത് എന്നാണ് ഈ ഓട്ടോപ്സി കൊണ്ട് ഏകദേശം, പൂർണ്ണമായിട്ടല്ല, ഏകദേശം അസർട്ടൈൻ ചെയ്യാൻ സാധിക്കുക. കാരണം ആ ബോഡിയിൽ വന്നിരിക്കുന്ന ചേഞ്ചസ്, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ചേഞ്ചസ് ആഫ്റ്റർ ഡെത്ത്, ഇമ്മീഡിയറ്റ്, ഏർലി ആൻഡ് ലേറ്റ് ചേഞ്ചസ്. ആ ചേഞ്ചസ് കൃത്യമായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ മരണത്തിന് ശേഷം എത്ര സമയം ആയിട്ടുണ്ട് എന്നുള്ളത് അസർട്ടൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്രിമിനൽ പ്രോസിക്യൂഷനിൽ ഈ കാര്യങ്ങളെല്ലാം അസർട്ടൈൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഒരു ഡെത്ത് കേസിന്റെ ഇൻവെസ്റ്റിഗേഷനിലും അതിന്റെ പ്രോസിക്യൂഷനിലും ഒക്കെ ഓട്ടോപ്സിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇനി ഓട്ടോപ്സിയെ കുറിച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന്, ഓട്ടോപ്സി മസ്റ്റ് ബി ഓൾവേസ് കംപ്ലീറ്റ്. അതായത് പാർഷ്യൽ ഓട്ടോപ്സി ഈസ് നോട്ട് അറ്റ് ഓൾ അക്സെപ്റ്റബിൾ ഇൻ ക്രിമിനൽ പ്രൊസീഡിങ്സ് ഓർ ഇൻ ഫോറൻസിക് പാർലൻസ്. ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിരിക്കണം. കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ all the body cavities must be opened and all the internal organs must be examined and all the external features must be noted and all the injuries on the body must be examined and noted. അങ്ങനെ പൂർണ്ണമായിട്ടും, അപ്പോൾ all the body cavities എന്ന് പറയുമ്പോൾ skull cavity, then thoracic cavity, abdominal cavity, ഇതെല്ലാം ഓപ്പൺ ചെയ്ത്, അതേപോലെ ഇഞ്ചുറി ഉള്ള പാർട്ടിൽ അതിന്റെ ടിഷ്യൂസിന്റെ അടിയിലേക്ക് പ്രോബ് ചെയ്ത് പൂർണ്ണമായിട്ടും ശരീരത്തിന്റെ എല്ലാ ഒറ്റനോട്ടത്തിൽ ഇന്ന കാരണം കൊണ്ടാണ് മരിച്ചത് എന്ന് തോന്നുമെങ്കിലും മറ്റു കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, വേറെയും എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടോ, ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് ഇറ്റ് മസ്റ്റ് ബി എ കംപ്ലീറ്റ് എക്സാമിനേഷൻ ഓഫ് ദി ബോഡി. സോ ആൻഡ് thereafter a report must be prepared by the doctor also, and the procedure is like this. During the examination the doctor will be making notes, and after completing the examination he will be preparing a report, and it will be signed and it will be either given to the court or it will be given to the investigating officer, and that will be produced before court and the doctor will be examined to prove it. അതാണ് അതിന്റെ പ്രൊസീജിയർ. ഇനി ഇതിന്റെ ഒപ്പം പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വാട്ട് ഈസ് ഒബ്സ്ക്യൂർ ഓട്ടോപ്സി. നമ്മളിടയ്ക്ക് അങ്ങനെ ഒരു വാക്ക് കേൾക്കാൻ സാധ്യതയുണ്ട്, അതും കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ഓട്ടോപ്സിയുടെ പർപ്പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, മരിച്ചയാളുടെ ഐഡന്റിറ്റി, ദെൻ അസർട്ടൈൻ ദി കോസ്, മാനർ ആൻഡ് ടൈം ഓഫ് ഡെത്ത്. ഇതിൽ കോസ് ഓഫ് ഡെത്ത്, in spite of due diligence, at times it may not be possible to ascertain the cause of death and even manner of death also. അങ്ങനെ അത് സാധാരണ രീതിയിൽ ഒരു മൊത്തം നടത്തപ്പെടുന്ന ഓട്ടോപ്സികളിൽ ഒരു 5% ഈ കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത് ഈസ് അൺഅസർട്ടൈനബിൾ ഇൻ സ്പൈറ്റ് ഓഫ് ഡ്യൂ ഡിലിജൻസ് ആൻഡ് ബെസ്റ്റ് എഫേർട്സ്. അങ്ങനെ വരുന്ന കേസുകളിൽ ഇറ്റ് വിൽ ബി, ദി ഓട്ടോപ്സി വിൽ ബി ഇൻകൺക്ലൂസീവ്, incomplete എന്നല്ല, inconclusive, and such autopsies are called obscure autopsy, wherein the cause of death could not be ascertained. Almost ഒരു 5% അങ്ങനെ വരുന്നു എന്നാണ് പറയുന്നത്. ഇനി ഇതിന്റെ ഈ ഓട്ടോപ്സിയുടെ കാര്യം പറയുമ്പോൾ സാധാരണ നമ്മൾ
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു ഓട്ടോപ്സി റിപ്പോർട്ടിൽ സാധാരണ കാണുന്ന ചില ടേംസും കൂടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, ഇപ്പോൾ എസ്പെഷ്യലി സ്ട്രാങ്കുലേഷൻ അല്ലെങ്കിൽ സൂയിസൈഡ് കേസുകളിൽ കാണാം, ഓട്ടോപ്സി വാസ് കണ്ടക്റ്റഡ് അണ്ടർ ബ്ലഡ്ലെസ് ഫീൽഡ് എന്താണെന്നുള്ളത്. ഞാനും ഇത് പലപ്പോഴും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ ഇങ്ങനെ എക്സാമിനേഷൻ ഓഫ് ദി നെക്ക് ടിഷ്യൂസ് വർ കണ്ടക്റ്റഡ് അണ്ടർ ബ്ലഡ്ലെസ് ഫീൽഡ് എന്ന് കണ്ടിട്ട് ഇത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പലരോടും ചോദിച്ചു. പലർക്കും അത് ഡോക്ടർമാരോട് ചോദിച്ചിട്ട് എനിക്ക് കുറെ കാലത്തേക്ക് ഒരു തൃപ്തിപരമായ ഉത്തരം കിട്ടിയെന്നില്ല. പിന്നീട് ഞാൻ അത് മനസ്സിലാക്കിയപ്പോൾ ഇതാണ്, അതായത് സാധാരണ ഒന്നുകിൽ സ്ട്രാങ്കുലേഷൻ, അതല്ലെന്നുണ്ടെങ്കിൽ ഹാങ്ങിങ്, ഇതൊക്കെ നടത്തുകയോ കഴുത്തിന്റെ മസിൽസ്, ഇന്റേണൽ ആയിട്ടുള്ള ചില ബോൺസ് ഉണ്ട്, ഹയോയിഡ് ബോൺ തുടങ്ങിയ ബോൺസ് ഒക്കെ അഫക്റ്റഡ് ആയിരിക്കും. അതേപോലെ പുറമെ ലൈഗേച്ചർ മാർക്ക് ഉണ്ടാവും. ലൈഗേച്ചർ മാർക്കും കൊണ്ട് മാത്രം ഒരു സൂയിസൈഡ് ആണോ അതെയോ ലൈഗേച്ചർ സ്ട്രാങ്കുലേഷൻ ആണോ എന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റാതെ വരും. അതേപോലെ കോസ് ഓഫ് ഡെത്തും മനസ്സിലാക്കാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ നമ്മളെ തൊലിക്കടിയിലുള്ള മസിൽസ്, ടിഷ്യൂസ് എക്സാമിൻ ചെയ്തിട്ട് കോസ് ഓഫ് ഡെത്ത് എന്താണെന്ന് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഭാഗം ലെയർ ബൈ ലെയർ ആയിട്ട് ഡിസെക്ട് ചെയ്തിട്ട് മുറിച്ച് എക്സാമിൻ ചെയ്യും. എക്സാമിൻ ചെയ്യുമ്പോൾ അത് ടിഷ്യൂസിനുള്ളിലേക്ക് ബ്ലഡ് കയറിയിട്ടുണ്ടോ എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ നടത്തുന്ന സമയത്ത് അവിടെ മുറിക്കുമ്പോൾ മറ്റ് ഭാഗത്തു നിന്നുള്ള ബ്ലഡ് അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് ആ കഴുത്തിന്റെ ഭാഗം വേറെ ബ്ലഡ് വെസൽസിൽ നിന്നൊന്നും ബ്ലഡ് അങ്ങോട്ട് വരില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ചില പ്രൊസീജിയർ ചെയ്യും. അതെന്താണെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ആ ശരീരത്തിലുള്ള ബ്ലഡ് മുഴുവൻ ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ ഈ ഓട്ടോപ്സിയിൽ ആദ്യമായിട്ട് സാധാരണ ചെയ്യുന്നത് ഇവിടെ മുതൽ കഴുത്തിന്റെ ഭാഗം മുതൽ, അതായത് കഴുത്തിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വി ഷേപ്പിൽ ഒരു ഇൻസിഷൻ, ഒരു കട്ടിട്ട് പിന്നെ ഇങ്ങ് താഴെ വരെ കത്തി കൊണ്ട് കട്ട് ചെയ്തിട്ട് ആദ്യമേ സ്കിൻ മാറ്റി അതിനുശേഷം ബോൺ കട്ട് ചെയ്തിട്ട് രണ്ട് ഭാഗത്തേക്കും വിടർത്തി വെച്ച് ഇന്റേണൽ ഓർഗൻസ് ഓരോന്നോരോന്നായിട്ട് എടുക്കുക, പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ബോഡി നെക്ക് റീജിയൻ ബ്ലഡ്ലെസ് ആക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഈ തൊറാക്സിലെയും അബ്ഡോമിനിലെയും ഇന്റേണൽ ഓർഗൻസ് മുഴുവനും കട്ട് ചെയ്തിട്ട് മാറ്റും. അതോടുകൂടി ആ ഭാഗത്തു നിന്നുള്ള ബ്ലഡ് ഈ കഴുത്തിന്റെ ഭാഗത്തേക്ക് വരാത്ത രീതിയിൽ ആക്കും. അപ്പോൾ പിന്നെ ബ്ലഡിന്റെ സർക്കുലേഷനോ അല്ലെങ്കിൽ ബ്ലഡ് അങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അതിനുശേഷം തല, നമ്മളെ ക്രേനിയം, സ്കൾബോൺ ഓപ്പൺ ചെയ്തിട്ട് ബ്രെയിനും എടുത്തു മാറ്റും. അതേപോലെ നാക്കും ഈ ട്രക്കിയ, ഫാരിങ്സ് അതെല്ലാം കൂടി കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ പിന്നെ ആ ഭാഗത്തേക്ക് ഒരു ബ്ലഡ് ഒരിടത്തു നിന്നും ഒഴുകി വരാനില്ലാതെ ആവും. അങ്ങനെയാണ് ഈ ഭാഗം ബ്ലഡ്ലെസ് ആക്കുന്നത്. പിന്നെ അങ്ങോട്ട് ബ്ലഡ് വരില്ല. അപ്പോൾ ആ ഭാഗത്ത് പിന്നെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ ടിഷ്യൂസിനുള്ളിൽ ബ്ലഡ് ഉണ്ടെങ്കിൽ അത് ഇഞ്ചുറി കൊണ്ട് അവിടെ ഒരു ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് എന്ന് ഉള്ള ഒരു ക്ലിയർ ഇൻഡിക്കേഷനാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബ്ലഡ്ലെസ് ആക്കിയിട്ട് ഒരു തരത്തിലും കഴുത്തിന്റെ ഭാഗത്തേക്ക് വേറെ ഒരു ഭാഗത്തു നിന്നും ബ്ലഡ് ഒഴുകി വരാത്ത രീതിയിൽ എല്ലാ അതിനുള്ള സാധ്യതകളെല്ലാം അടച്ചിട്ട് ആണ് ഈ കഴുത്തിന്റെ ഭാഗം ഡിസെക്ട് ചെയ്യുന്നത്. അങ്ങനെ ഡിസെക്ഷൻ നടത്തുന്നതിനാണ് ഡിസെക്ഷൻ കണ്ടക്റ്റഡ് അണ്ടർ ബ്ലഡ്ലെസ് ഫീൽഡ് എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമ്മൾ കാണുന്നതാണ്. എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കാൻ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തെന്നുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്ന പോലെ ഇഞ്ചുറീസ് എന്തൊക്കെയാ ഇഞ്ചുറീസ് ഉണ്ടെങ്കിലും അത് ഇൻസൈഡ് ഇഞ്ചുറി, ലാസറേറ്ററി ഇഞ്ചുറി, കൺട്യൂഷൻ, അബറേഷൻ അതെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ ഉടനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഫ്രാക്ചർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് നോട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഓട്ടോപ്സിയെ കുറിച്ച് നമ്മൾ
ഒന്ന് പറയുമ്പോൾ ഒരു മോഡേൺ ടെക്നോളജി ദാറ്റ് ഓൾസോ വി വിൽ ഹാവ് ടു സീ. അതിന് വിർട്ടോപ്സി എന്ന് പറയും. വിർട്ടോപ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡേൺ ഇമേജിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ സാധാരണ ഓട്ടോപ്സിയിലാണെന്നുണ്ടെങ്കിൽ ബോഡി വിൽ ബി കംപ്ലീറ്റ്ലി ഡിസെക്റ്റഡ്. It will be cut opened and all the internal organs will be cut open and it will be meticulously examined. The brain also will be cut into pieces, several pieces. Brain പ്രധാന ഭാഗങ്ങളായ സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കേറ്റ ഇതെല്ലാം പീസ് ആയിട്ട് സ്ലൈസ് ചെയ്ത് നോക്കിയിട്ടാണ് മരണകാരണം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് പകരം മോഡേൺ ഇമേജിംഗ് ടെക്നോളജീസ് ആയ CT സ്കാൻ, MRI സ്കാൻ, 3D ഓപ്റ്റിക്കൽ മെഷറിംഗ്, അങ്ങനത്തെ മോഡേൺ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് ഇപ്പം ബ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ബ്രെയിനിൽ ബ്ലീഡിംഗ് ഉണ്ടോ, ബ്രെയിനിൽ ഇഞ്ചുറീസ് ഉണ്ടോ എന്നൊക്കെ ഈ ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിനായിട്ട് നമ്മളെ സ്കൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല, ബ്രെയിൻ പുറത്തെടുക്കേണ്ട ആവശ്യമില്ല, ബ്രെയിൻ പീസ് ആയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഈവൻ അതേപോലെ നമ്മളെ തൊറാക്സിലും അബ്ഡോമിനിലുള്ള ഇന്റേണൽ ഓർഗൻസ് പോലും അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ സാധാരണഗതിയിൽ വിർട്ടോപ്സിയിലാണെന്നുണ്ടെങ്കിലും മിനിമം ഓപ്പണിങ്, അതായത് നമ്മളെ ട്രങ്ക് ഓപ്പൺ ചെയ്യാറുണ്ട്, അതേസമയം ഹെഡ് ഓപ്പൺ ചെയ്യാതെ ബ്രെയിനിന്റെ ഈ 3D ഇമേജസ് എടുത്തിട്ട് ബ്രെയിനിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ്, അതിന് ഹെമറേജസ് ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും റപ്ചേഴ്സ് ഉണ്ടായിട്ടുണ്ടോ, ബ്ലഡ് വെസൽസിന്റെ റപ്ചേഴ്സ് ഉണ്ടായിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, ഇതെല്ലാം ആ ടെക്നോളജി കൊണ്ട് മനസ്സിലാക്കിയിട്ട് അത് അങ്ങനെ മനസ്സിലാക്കിയ കാര്യങ്ങളും കൂടി ഈ റിപ്പോർട്ടിൽ ചേർത്ത് അങ്ങനെ തയ്യാറാക്കുന്ന റിപ്പോർട്ടിനെയാണ് വിർട്ടോപ്സി എന്ന് പറയുന്നത്. നമ്മളെ ഇന്ത്യയിൽ ഇപ്പോൾ അത് ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. പക്ഷേ വെസ്റ്റേൺ കൺട്രീസ് ലൈക്ക് കാനഡ, അമേരിക്ക ഓൾ ആർ ഫോളോയിങ് സച്ച് procedures. അത് ഡെവലപ്പിംഗ് മെത്തേഡ് ആൻഡ് ടെക്നോളജി, ജസ്റ്റ് ഇൻട്രൊഡ്യൂസിങ് ഓർ ഒന്ന് പരിചയപ്പെടുത്തി തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് വിർട്ടോപ്സി. നൗ വി വിൽ മൂവ് ഓൺ ടു എക്സാമിനേഷൻ ഓഫ് സ്കെൽറ്റൽ റിമൈൻസ്. ഇപ്പോൾ ഒരു ഓട്ടോപ്സി നടത്തണമെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ബോഡി മസ്റ്റ് ബി അവൈലബിൾ ഇൻടാക്ട് ഓർ ഇൻ ഫുൾ. പക്ഷെ പലപ്പോഴും അതായിരിക്കില്ല. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെത്ത് ബോഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻടാക്ട് ആൻഡ് കംപ്ലീറ്റ് ഇൻ ഓൾ റെസ്പെക്ട്. പക്ഷെ ഡെത്തിന് ശേഷം കുറെ കാലത്തിന് ശേഷമാണെങ്കിൽ ഒന്നെങ്കിൽ കുഴിച്ചിട്ടതാവോ, അതല്ലെന്നുണ്ടെങ്കിൽ ഓപ്പൺ സ്പേസിൽ കിടന്നിട്ട് ആ ബോഡി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തതാവാം. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ പലപ്പോഴും സ്കെൽറ്റൽ റിമൈൻസ്, അത് മരിച്ചതിന് ശേഷം എത്ര കാലം കഴിഞ്ഞു എന്നുള്ളതിനനുസരിച്ചിട്ട് സ്കെൽറ്റൽ റിമൈൻസ് ഐദർ ഫുള്ളി ഓർ പാർഷ്യലി. ചില സമയത്ത് സ്കെൽറ്റൽ റിമൈൻസിന്റെ കൂട്ടത്തിൽ കുറെ കാർട്ടിലേജസ് അല്ലെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പാർട്സ് കുറച്ചൊക്കെ അവൈലബിൾ ആവും. ചിലപ്പോൾ അത് ക്ലീൻ ആയിട്ട്, അതായത് ഇപ്പം കൂടുതൽ സമയമെടുത്ത് മഴ കൊണ്ടോ അല്ലെങ്കിൽ കാലാവസ്ഥ കൊണ്ട് അങ്ങനെ മാറും, എല്ലാം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയതാവാം. അതല്ലെങ്കിൽ വൈൽഡ് ആനിമൽസ് ഒക്കെ തിന്ന് നശിപ്പിച്ചിട്ട് ഈവൻ സോഫ്റ്റ് ബോൺസ് വരെ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. എന്നാലും കിട്ടുന്ന സ്കെൽറ്റൽ റിമൈൻസ് അതിനും ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ വളരെ പ്രാധാന്യമുണ്ട്. അങ്ങനെ സ്കെൽറ്റൽ ആയിട്ട് കിട്ടുന്ന ബോഡി ആണെന്നുണ്ടെങ്കിലും അത് ആദ്യമേ കളക്ട് ചെയ്യുന്നു. ബോൺസ് കളക്ട് ചെയ്തിട്ട് ആദ്യമേ അതിന്റെ എക്സാമിനേഷനിൽ ഉള്ള ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സെഗ്രിഗേഷൻ ഓഫ് ദി ബോൺസ് ഇൻടു ഹ്യൂമൻ ആൻഡ് ആനിമൽ ബോൺസ്. ഹ്യൂമൻ ബോൺസും ആനിമൽ ബോൺസും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഉള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അത് അപ്ലൈ ചെയ്തിട്ട് ആനിമൽ ബോൺസ് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ആദ്യമേ ഹ്യൂമൻ ബോൺസ് മാത്രം മാറ്റി വയ്ക്കുന്നു. അതിനുശേഷം ഒരാളുടെ മാത്രം ബോണാണോ അതേ ഒന്നിലധികം ആൾക്കാരുടെ ബോൺസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതും ഐഡന്റിഫൈ ചെയ്യാനുള്ള മെത്തേഡ് ഉണ്ട്. അതനുസരിച്ചിട്ട് ഒന്നിലധികം ആൾക്കാരുടെ ബോൺസ് ഉണ്ടെങ്കിൽ അതും സെഗ്രിഗേറ്റ് ചെയ്യും. അതും സെഗ്രിഗേറ്റ് ചെയ്തതിന് ശേഷം സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു കാര്യം, മരിച്ച ആളുടെ ഷേപ്പ്, അതേപോലെ അയാളുടെ ഏജ്, ഹൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളാണ് പിന്നെ. അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ ബോൺസ്, എല്ലാ ബോൺസും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സ്കെൽട്ടൺ വിൽ ബി റീകൺസ്ട്രക്റ്റഡ്. അതായത് തല മുതൽ താഴെ വരെയുള്ള ബോൺസ് അതിൻ്റെ ആ ഓർഡറിൽ, അത് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ആ ഷേപ്പിലും ആ ഓർഡറിലും അങ്ങനെ തന്നെ
ഒരു മേശപ്പുറത്ത് നിരത്തി വെച്ചിട്ട് കൃത്യമായിട്ട് വെച്ചിട്ട് അതിന്റെ ലെങ്ത് അളന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആളുടെ ഹൈറ്റ് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ആളുടെ ഹൈറ്റ്, ദെൻ ബോണിന്റെ എക്സാമിനേഷൻ കൊണ്ട് ആളുടെ ഏജ്, ആളുടെ ഒരു ബിൽഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇൻഡിക്കേഷൻ കിട്ടും. അത് എക്സാമിൻ ചെയ്യും. ദെൻ പിന്നെ ആ ബോൺസ് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെയും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ടൈം സിൻസ് ഡെത്ത്, ബോൺ പരിശോധിച്ച് കഴിയുമ്പോൾ എത്ര കാലം ആയതാണെന്നുള്ളതിന് ഏകദേശം ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ കിട്ടും. ദെൻ ഐഡന്റിഫൈയിങ് ഫീച്ചേഴ്സ് പലതും ഈ ബോൺസിന്റെ എക്സാമിനേഷനിൽ നിന്ന് തന്നെ കിട്ടും. കൂടാതെ ഇഞ്ചുറീസ്, ബോണിനെ അഫക്റ്റ് ചെയ്യുന്ന ഇഞ്ചുറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇഞ്ചുറീസും അതിൽ കാണും. അതായത് ബോണിന് ഫ്രാക്ചർ, കട്ട് ഫ്രാക്ചർ അല്ലെന്നുണ്ടെങ്കിൽ ബ്ലണ്ട് ഫ്രാക്ചർ, അതല്ലെന്നുണ്ടെങ്കിൽ ബോണിൽ ചിപ്പിംഗ് ഉണ്ടെങ്കിൽ അങ്ങനെ, ബോണിൽ ഡിപ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കും. ഇപ്പം പ്രത്യേകിച്ച് സ്കള്ളാണെന്നുണ്ടെങ്കിൽ സ്കള്ളിൽ ടെൽറ്റൈലായിട്ട് വെട്ടിയതോ ഇല്ലെങ്കിൽ കുത്തിയതോ ഇല്ലെങ്കിൽ കൊടാലി കൊണ്ട് വെട്ടിയതോ അങ്ങനെയുള്ള പരിക്കുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഇൻഡിക്കേഷനും അതിൽ നിന്ന് കിട്ടും. ഇതൊക്കെ അപ്പോൾ അങ്ങനെ കോസ് ഓഫ് ഡെത്തിനെ കുറിച്ചുള്ള ഐഡിയ കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്സ്, അത് മെയിലാണോ ഫീമെയിലിന്റെ ആണോ എന്നുള്ളത് വളരെ എളുപ്പത്തിൽ, അതായത് നമ്മളെ ഹിപ്പ് ബോൺ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഏറ്റവും എളുപ്പത്തിൽ മെയിലാണോ ഫീമെയിലാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഹിപ്പ് ബോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഷേപ്പ് കൊണ്ട് ടെൽറ്റൈൽ ഷേപ്പ്, ഈവൻ നമ്മളൊക്കെ ആണെങ്കിലും സാധാരണക്കാർക്കാണെന്നുണ്ടെങ്കിൽ പോലും ആ ഷേപ്പ് കൊണ്ട് പുരുഷന്റെ ആണോ സ്ത്രീ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഒരു ഐഡന്റിഫൈയിങ് ബോണാണ് നമ്മളെ സ്റ്റേർണം, ഈ നെഞ്ചിന്റെ നടുഭാഗത്തുള്ള സ്റ്റേർണത്തിന്റെ ഷേപ്പ് കൊണ്ട് അത് പുരുഷൻ്റെതാണോ സ്ത്രീയുടെ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഈവൻ സ്കള്ളിന്റെ ഷേപ്പ്, അതുപോലെ ബോണിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു അപ്പിയറൻസും ഉണ്ട്. കാരണം മെയിലിന്റെ ബോൺ പൊതുവെ കുറച്ചും കൂടി ഹെവി ആൻഡ് തിക്കായിരിക്കും, ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലീന്, അത് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അങ്ങനെ ബോണിന്റെ എക്സാമിനേഷൻ കൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇൻഫന്റിന്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സൈസിന് കൊണ്ട് തന്നെ ഇൻഫന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിന്ന് ബോണിന്റെ എക്സാമിനേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എക്സാമിനേഷൻ ഓഫ് സ്കെൽറ്റൽ റിമെയിൻസ് ഓൾസോ ഈസ് ഇമ്പോർട്ടൻ്റ് ഇൻ ക്രിമിനൽ എക്സാമിനേഷൻ. ദെൻ ഞാൻ ഐഡന്റിറ്റിയുടെ കാര്യം പറഞ്ഞു. ഐഡന്റിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞു പോകാം. ഈ ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഐഡന്റിറ്റി ഓഫ് ഡെഡ് പേഴ്സൺ എന്നുള്ളത് അതൊരു പ്രത്യേക ഒരു ചാപ്റ്ററാണ്. അത് ഞാനിതിലങ്ങ് കമ്പൈൻ ചെയ്ത് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ സ്കെൽട്ടന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിനോട് ചേർന്ന് വരുന്ന ഒരു മെത്തേഡും കൂടി, അതായത് സ്കൾ ബോൺ വിത്ത് മാൻഡിബിൾ, അല്ലെങ്കിൽ മാൻഡിബിൾ, ലോവർ ജോയ്ക്ക് മാൻഡിബിൾ എന്നാണ് പറയുന്നത്. വിത്ത് മാൻഡിബിൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് സൂപ്പർ ഇമ്പോസിഷൻ ടെക്നിക്ക്. സൂപ്പർ ഇമ്പോസിഷൻ ടെക്നിക്ക് എന്ന് സാധാരണഗതിയിൽ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. പക്ഷേ വാട്ട് എക്സാക്ട്ലി ഇറ്റ് ഈസ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഡൺ എന്നുള്ളത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. സൂപ്പർ ഇമ്പോസിഷൻ ടെക്നിക്ക് വഴി മരിച്ച ആൾ ആരാണെന്നുള്ളത് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും, പ്രൊവൈഡഡ് യു ഹാവ് എ ഫോട്ടോഗ്രാഫ് ഓഫ് ദി ഡെഡ് പേഴ്സൺ. അതില്ല എന്നുണ്ടെങ്കിൽ സൂപ്പർ ഇമ്പോസിഷൻ കൊണ്ട് മരിച്ച ആളാരാണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ വേറെ ഒരു തരത്തിൽ അതും കൂടി ഞാൻ പിന്നീട് പറയാം. ഈ സൂപ്പർ ഇമ്പോസിഷൻ ടെക്നിക്ക് എന്താണ്, എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ സൂപ്പർ ഇമ്പോസിഷൻ ടെക്നിക്കിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ മുഖത്തിന്റെ കുറെ ടിപ്പിക്കൽ പോയിന്റ്സ് ഉണ്ട്. അതായത് ഇപ്പം നമ്മളെ മാൻഡിബിൾ, ജോ ബോണിന്റെ ഈ ഭാഗം, അതേപോലെ ഈ രണ്ട് ഭാഗങ്ങൾ, ഈ പുരികം നെറ്റിയുടെ ഭാഗം, ഇങ്ങനെയുള്ള അതിൻ്റെയൊക്കെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സും ഫോട്ടോഗ്രാഫുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇത് ഒരുമിച്ച് വരുന്നോ എന്ന് നോക്കുന്നതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടിയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഒരു ഫോട്ടോ, മരിച്ച ആളെന്ന് സംശയിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ആദ്യമേ ആ ഫോട്ടോ ലൈഫ് സൈസിലേക്ക് എൻലാർജ് ചെയ്യുക എന്നാണ് ആദ്യമേ ചെയ്യുന്നത്. ലൈഫ് സൈസ് എൻലാർജ്മെന്റ്. ലൈഫ് സൈസ് എൻലാർജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ആളുണ്ടായിരുന്നെങ്കിൽ അയാൾ
ഉള്ള അത്രയും വലിപ്പത്തിൽ തന്നെ എടുക്കുന്ന ഒരു ഫോട്ടോ, അതിനാണ് ലൈഫ് സൈസ് ഫോട്ടോ എന്ന് പറയുന്നത്. ലൈഫ് സൈസിലേക്ക് എൻലാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ, അയാളുടെ സൈസ് എങ്ങനെ എത്രയായിരുന്നു എന്ന് കണ്ടുപിടിക്കാനായിട്ട് അതിന് ഉള്ള ചില ടെക്നിക്സ് ഉണ്ട്. ടെക്നിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉദാഹരണം ഇപ്പോൾ ഒരു കണ്ണട ധരിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ ആ കണ്ണടയും കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കണ്ണടയിലുള്ള ഫോട്ടോയിൽ കണ്ണടയിൽ 5 സെന്റിമീറ്റർ ആണ് കണ്ണടയ്ക്ക് നീളം കാണുന്നത്. പക്ഷേ കണ്ണട കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ആക്ച്വൽ ലെങ്ത് 10 സെന്റിമീറ്റർ ആണെന്ന് വെച്ചോ. അങ്ങനെയെങ്കിൽ ആ ഫോട്ടോഗ്രാഫ് ഡബിൾ ആയിട്ട് എൻലാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ലൈഫ് സൈസ് ഫോട്ടോഗ്രാഫ് ആവും. ഇനി അങ്ങനെ കണ്ണട കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറൊരു ടെക്നിക്ക് ഇന്റർ പ്യൂപ്പിലാർ ഡിസ്റ്റൻസ് എന്ന് പറയും. അതായത് നമ്മളെ കണ്ണിന്റെ പ്യൂപ്പിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഫോട്ടോഗ്രാഫിലും ആ ഇന്റർ പ്യൂപ്പിലാർ ഡിസ്റ്റൻസ് ഈ കോൺസ്റ്റന്റ് ഒരു ഫിഗർ, അതിനൊരു അളവുണ്ട്. ആ അളവിൽ വരുന്ന അത്തരം വലിപ്പത്തിലേക്ക് ഈ ഫോട്ടോ എൻലാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഈ ഫോട്ടോ ലൈഫ് സൈസ് ഫോട്ടോ ആയി. ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഒരു പേപ്പർ പ്രിന്റ് അല്ല, ഒരു ഫിലിമിൽ അതിൻ്റെ പ്രിന്റ് എടുക്കും. അതിനുശേഷം ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്കള്ളിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ്, അതും ലൈഫ് സൈസ് ആയിട്ട്, അതായത് ഫ്രോണ്ടൽ വ്യൂ, മുന്നിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന ഈ ഓരോ പോയിന്റ്സിന്റെ, അതായത് ഈ ജോബോണിന്റെ ഈ ഭാഗം ഇങ്ങനെയുള്ള എല്ലാ പോയിന്റ്സും ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിൽ ലൈഫ് സൈസ് ആയിട്ട് അതും ഒരു ഫിലിമിലേക്ക് ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം ആ സ്കള്ളിന്റെ ഫോട്ടോയുടെ മേലെ ലൈഫ് സൈസ് ഫോട്ടോ, ഫിലിമിലുള്ള ലൈഫ് സൈസ് ഫോട്ടോ മേലെ വെക്കുന്നു. അതാണ് സൂപ്പർ ഇമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് മേലെ വെക്കുന്നതിനാണ് സൂപ്പർ ഇമ്പോസിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഈ പോയിന്റ്സ് എല്ലാം തമ്മിൽ കൃത്യമായിട്ടും യോജിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഉറപ്പാണ് ഇത് ഈ ഫോട്ടോയിൽ കാണുന്ന ആളുടെ തന്നെ സ്കള്ളാണ് എന്നുള്ളത്. അതേസമയം ഈ ഏതെങ്കിലും ചില ഫോട്ടോസ് വെക്കുമ്പം ഒരു തരത്തിലും യോജിക്കുന്നതില്ല, വലിപ്പം കൊണ്ട് പോലും ഒക്കാതെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ റിജക്റ്റ് ചെയ്യാം. അതേസമയം ചില പോയിന്റ്സ് യോജിക്കുന്നു, ചില പോയിന്റ്സ് യോജിക്കുന്നില്ല എങ്കിലും അത് തള്ളിക്കളയാം. അപ്പോൾ ഇത് ശരിക്കും എന്താ, ഒരു എക്സ്ക്ലൂഷൻ ആണ്. സൂപ്പർ ഇമ്പോസിഷൻ മെത്തേഡിൽ ഒരു എക്സ്ക്ലൂഷൻ ആണ്. അതേസമയം കറക്റ്റായിട്ട് ഇന്ന ആളുടെ ആണ് എന്നുള്ളത് 100% ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷെ അല്ല എന്ന് 100% പറയാനും പറ്റും. കാരണം ഒന്നെങ്കിൽ സൈസ് കൊണ്ട് യോജിക്കുന്നില്ല, ഇല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റുമായിട്ട് യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇന്ന ആളുടേതല്ല എന്ന് ഉറപ്പിക്കാൻ പറ്റും. പക്ഷെ എല്ലാം യോജിച്ച് കാണുന്നുണ്ടെങ്കിൽ പോലും, പൂർണ്ണമായിട്ടും അല്ല എങ്കിൽ പോലും ഒരു 80-90% അത് നമ്മൾ സംശയിക്കുന്ന ആളുടേതാണെന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇറ്റ് ഈസ് ആ തരത്തിലാണ് ഇതിൻ്റെ റെലവൻസ്. എക്സ്ക്ലൂഡ് ചെയ്യാനായിട്ട് 100%, അതേസമയം ഐഡന്റിറ്റി ഫിക്സ് ചെയ്യാനായിട്ട് ഇറ്റ് ഈസ് ടു എ ഗ്രേറ്റർ എക്സ്റ്റെന്റ്. പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സും കൂടി ചേർത്തിട്ടാണ് ഐഡന്റിറ്റി ഉറപ്പിക്കാൻ പറ്റുക. ഇനി ഇത് നമുക്കൊരു ഫോട്ടോ അവൈലബിൾ ആണെങ്കിൽ, ഇനി ഫോട്ടോ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്കള്ള് കിട്ടിയ ഇൻടാക്ട് ആയിട്ടുള്ള സ്കള്ളിന്റെ മേലെ ആർട്ടിഫിഷ്യലായിട്ട്, അതായത് ടിഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ കാണുമായിരുന്നു എന്നുള്ളത് പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട്, ഇപ്പം കമ്പ്യൂട്ടറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സ്കള്ളിന്റെ മേലെ ടിഷ്യൂ എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ അത് അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് ഏകദേശം ഈ ആളുടെ ആക്ച്വൽ അപ്പിയറൻസ് എന്തായിരുന്നു എന്നുള്ളത് ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പ്രധാനമായിട്ടും ഒരു കാര്യം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കള്ള് നോക്കിയിട്ട് ആളുടെ ഏജ് കണ്ടുപിടിച്ച ശേഷം ആ ഏജിന് കറസ്പോണ്ടിങ് ആയിട്ട് ടിഷ്യൂസിന്റെ അപ്പിയറൻസ് എങ്ങനെയായിരിക്കുമെന്ന്, അതൊരു കലാകാരൻ അല്ലെങ്കിൽ ഒരു ചിത്രകാരന്റെ ഭാവന ആണ് ഉപയോഗിക്കുന്നത്. അതിനനുസരിച്ചിട്ട് ടിഷ്യൂസ് റീകൺസ്ട്രക്ട്, അതായത് ഈ വെർച്വൽ ആയിട്ട് റീകൺസ്ട്രക്ട് ചെയ്തിട്ട് അങ്ങനെ കാണിച്ചു കൊടുത്തിട്ട്, ഈ മരിച്ച എന്ന് സംശയിക്കപ്പെടുന്ന ആളെ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഇരുന്ന ആളാണോ നിങ്ങളെ മരിച്ച ആള് എന്ന് ചോദിച്ച് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കും. ആ തരത്തിലുള്ള ഐഡന്റിഫിക്കേഷൻ ഒരിക്കലും ഫുൾ പ്രൂഫ് അല്ല, പക്ഷെ ദാറ്റ് വിൽ ഓൺലി ഗീവ് ആൻ ഇൻഡിക്കേഷൻ. കാരണം സ്കള്ളിന്റെ ഷേപ്പ് കൊണ്ട് മാത്രം
സ്കള്ള് കാണിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ബന്ധുവിന് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ആ സ്കള്ളിന്റെ മേലെ ഈ ടിഷ്യൂസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ആ സൈസ് അല്ലെങ്കിൽ ഷേപ്പ് ഒക്കെ നോക്കിയിട്ട് തന്നെ ഇത് എൻ്റെ ഭർത്താവിൻ്റെ അല്ല അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അല്ല എന്നുള്ളത് എക്സ്ക്ലൂഡ് ചെയ്യാനായിട്ട് അവർക്ക് എളുപ്പത്തിൽ പറ്റും. പക്ഷേ ഇന്ന ആളാണെന്ന് ഉറപ്പിച്ച് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഏകദേശം ഇങ്ങനെയായിരുന്നു. ദാറ്റ് വിൽ ഗീവ് സം ഇൻഡിക്കേഷൻ ആൻഡ് ലീഡ് ടു ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി. അതാണ് ഈ സൂപ്പർഇമ്പോസിഷൻ ടെക്നിക്കും അല്ലെങ്കിൽ സ്കള്ളിൽ നിന്നുള്ള ഈ രീതിയിലുള്ള ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ മെത്തേഡ്. ഇനി ഐഡന്റിറ്റി മരിച്ച ആളുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ അക്യൂസ്ഡിന്റെ ഒക്കെ ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടെക്നിക്സിനെ കൂടി ഞാനൊന്ന് പരിചയപ്പെടുത്താം. അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ് നമുക്കെല്ലാം അറിയാം. ഫിംഗർ പ്രിന്റ്സ്. ഫിംഗർ പ്രിന്റിന്റെ ഉപയോഗിച്ചിട്ടുള്ള ഐഡന്റിഫിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഫിംഗർ പ്രിന്റ് എന്താണെന്ന് നമുക്കറിയാം. ഓരോരുത്തരുടെയും കയ്യിൽ ഹസ്തരേഖകളല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഹസ്തരേഖാ ശാസ്ത്രത്തിൽ ആയുർരേഖ, ഹൃദയരേഖ, ബുദ്ധിരേഖ എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്ന ഈ രേഖകളല്ല ഫിംഗർ പ്രിന്റ് എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക. അത് ദാറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ് തിങ്. നമ്മളെ ചെറിയ ചെറിയ വളരെ സൂക്ഷിച്ചു നോക്കിയാൽ കാണുന്ന ഇങ്ങനെ ചുരുണ്ടും അല്ലെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ചെറിയ ചെറിയ ലൈൻസ്, അതാണ് ഫിംഗർ പ്രിന്റ് ആയിട്ട് ഇത് എടുക്കുന്നത്. ഈ ഫിംഗർ പ്രിന്റ് ലോകത്തിലുള്ള രണ്ടുപേരുടെ ഫിംഗർ പ്രിന്റ് ഒരിക്കലും ഒരേപോലെ ആവില്ല എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഓരോ ആൾക്കാരുടെയും ഫിംഗർ പ്രിന്റുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് യുണീക്ക് ആയിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഒരിക്കലും ദർ വിൽ നോട്ട് ബി ഡ്യൂപ്ലിക്കേഷൻ ഓർ റെപ്പറ്റേഷൻ ഓഫ് ദി ഫിംഗർ പ്രിന്റ്. ഇതാണ് ഫിംഗർ പ്രിന്റിന്റെ പ്രിൻസിപ്പിൾ. അപ്പൊ ഒരു ആളുടെ സസ്പെക്റ്റഡ് ഫിംഗർ പ്രിന്റും ആക്ച്വൽ ബോഡിയിൽ ഉള്ള എടുക്കുന്ന ഫിംഗർ പ്രിന്റും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോഡി കിട്ടിയ ഫിംഗർ പ്രിന്റിന്റെ ആണോ എന്നുള്ളത് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ പറ്റും. ഇത് മരിച്ച ഡെത്ത് കേസിലും അതേപോലെ അക്യൂസ്ഡിന്റെ കാര്യത്തിലും, ഈ രണ്ട് കാര്യത്തിലും അക്യൂസ്ഡിന്റെ ഐഡന്റിറ്റി ആരാണ് അക്യൂസ്ഡ് എന്ന് മനസ്സിലാക്കുന്ന കാര്യത്തിലും അതേപോലെ മരിച്ചയാൾ ആരാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യത്തിലും രണ്ടിനും ഈ ഫിംഗർ പ്രിന്റിംഗ് മെത്തേഡ് വളരെ പ്രധാനമാണ്. അപ്പോൾ അതിന്റെ ടെക്നിക്ക് അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ടെക്നോളജി എന്താണെന്നുള്ളത് ഞാനിപ്പം ഈ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡുമാണ്. അത് മനസ്സിലാക്കാനായിട്ട് അങ്ങനത്തെ കേസുകൾ ആവശ്യം വരുമ്പം അത് ഡീപ്പായിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു ക്ലാസ് ആയിട്ടാണെന്നുണ്ടെങ്കിലും അതിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാനതിൽ കോമ്പറ്റൻ്റ് അല്ല. കാരണം ദാറ്റ് ഇൻവോൾവ്സ് ഔട്ട് ഓഫ് ടെക്നിക്കാലിറ്റീസ്. അതിനൊരു എക്സ്പേർട്ടിനെ തന്നെ നമ്മൾ വിളിച്ച് ഒരു ക്ലാസ് എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ബേസിക് ആയിട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫിംഗർ പ്രിന്റിനെ ഇപ്പോൾ നമ്മൾ ഈ ഒരു തമ്പിലാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള അതിൽ ലൂപ്പ്, റിഡ്ജ്, ഇല്ലെങ്കിൽ റൗണ്ട്സ്, ഇങ്ങനെ അതേപോലെ ഐലൻഡ്സ്, ലൈൻസിന്റെ തന്നെ ഇടയ്ക്ക് കട്ട്, ചില സ്പ്ലിറ്റിങ്, ഇങ്ങനെയുള്ള പല പാറ്റേൺസ് അതിൻ്റെ ഉണ്ടാവും. അതെല്ലാം നോക്കി തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് ഈ ഫിംഗർ പ്രിന്റിന്റെ ഐഡന്റിറ്റി നടത്തുന്നത്. അതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം. അത്രയും കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ കാര്യം നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നോക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഫിംഗർ പ്രിന്റിന്റെ ഐഡന്റിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള സംഗതി. അതായത് നോ ടു പേഴ്സൺസ് വിൽ ഹാവ് ഐഡന്റിക്കൽ ഫിംഗർ പ്രിന്റ്സ്. ദെൻ ലിപ് പ്രിന്റ്സ്, ലിപ് പ്രിന്റ് കമ്പാരിസണും ഇതേപോലെ തന്നെയുള്ള ഒരു ടെക്നോളജിയാണ്. ഫിംഗർ പ്രിന്റിന്റെ പോലെ തന്നെ നമ്മുടെ ലിപ്പില് വരകളും കുറികളും ഒക്കെ ഉണ്ട്. അതും ഫിംഗർ പ്രിന്റ് പോലെ തന്നെ യുണീക്ക് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെന്നെങ്കിലും ഒരു ലിപ് പ്രിന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ പ്രതിയുടെ ആണെന്നുണ്ടെങ്കിൽ സംശയിക്കപ്പെടുന്ന ആളുടെ ലിപ്പില് ചെറിയൊരു ക്രീം അപ്ലൈ ചെയ്തിട്ട് അത് ഒരു പേപ്പറിലേക്ക് അല്ലെങ്കിൽ ഒരു മീഡിയത്തിലേക്ക് പ്രിന്റ് എടുത്തിട്ട് അതും സസ്പെക്റ്റഡ് ലിപ് പ്രിന്റും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടും കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ലിപ് പ്രിന്റ്. ദെൻ ഫുട് പ്രിന്റ്സ്. ഫുട് പ്രിന്റ്സും ഇതേപോലെ തന്നെ. ഫുട് പ്രിന്റ്സ് ഫിംഗർ പ്രിന്റ് പോലെ കംപ്ലീറ്റ് ഐഡന്റിറ്റി തരില്ല. പക്ഷേ ഫുട് പ്രിന്റ് കൊണ്ട് ആള് കുറച്ച് ഐഡന്റിറ്റിയിൽ കുറെ, അതായത് പുരുഷന്റെ ഫുട് പ്രിന്റ് ആണോ സ്ത്രീയുടെ ഫുട് പ്രിന്റ് ആണോ, അതേപോലെ എത്ര വലിപ്പമുള്ള ആളാണ്, എത്ര പൊക്കമുള്ള ആളാണ്,
അതേപോലെ കുട്ടിയുടേതാണോ പ്രായമായ ആളുടേതാണോ, അതുപോലെ ആ ഫുഡിൽ എന്തെങ്കിലും ടിപ്പിക്കലായിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അത് ആരുടെയാണെന്നുള്ള കണ്ടെത്താൻ, അങ്ങനെ ഉള്ള ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്ന കുറെ ലീഡ്സ് ഫുട് പ്രിന്റ് കൊണ്ടും കിട്ടും. അപ്പോൾ ഈ ഫുട് പ്രിന്റും ഫിംഗർ പ്രിന്റും ഒക്കെ ലിഫ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ സിനിമയിലും അല്ലെങ്കിൽ അല്ലാതെയും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഫിംഗർ പ്രിന്റ്സ് ആണെന്നുണ്ടെങ്കിൽ സാധാരണ ആ ഏതെങ്കിലും ഒരു സർഫസിൽ ഒരു സസ്പെക്റ്റഡ് ഫിംഗർ പ്രിന്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പൗഡറിങ് ടെക്നിക് എന്നാണ് പറയുക. അതിന്റെ മേലെ പൗഡർ അപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് അങ്ങനെയാണ് അത് എടുക്കുക. എന്നിട്ട് ഇപ്പോൾ പ്രതികളുടെ ആണെന്നുണ്ടെങ്കിൽ ആ പ്രതിയെ സസ്പെക്റ്റിനെ അറസ്റ്റ് ചെയ്ത ശേഷം അയാളുടെ ആക്ച്വൽ ഫിംഗർ പ്രിന്റ് എടുത്തിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഇനി മറ്റേയാളുടേതാണെന്നുണ്ടെങ്കിൽ അയാളുടെ ബോഡി ഇൻടാക്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ആ അൺഐഡന്റിഫൈഡ് ബോഡി ആണെന്നുണ്ടെങ്കിൽ അയാളുടെ തമ്പ് ഇംപ്രഷൻ എടുത്തു വെക്കും. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ എന്ന് സംശയിക്കുന്ന ഫിംഗർ പ്രിന്റ് ഏതെങ്കിലും രേഖകളിലോ എവിടെയെങ്കിലും അവൈലബിൾ, ഉദാഹരണത്തിന് ഒരു ആധാരത്തിൽ അയാളുടെ ഫിംഗർ പ്രിന്റ് ഉണ്ടെങ്കിൽ അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അതേപോലെ ഫുട് പ്രിന്റ് ലിഫ്റ്റ് ചെയ്യുന്ന സാധാരണഗതിയിൽ മോൾഡിംഗ് മെത്തേഡ് എന്ന് പറയും. അതായത് ഒരു മണ്ണിൽ പതിഞ്ഞിരിക്കുന്ന ഫുട് പ്രിന്റ് ആണെന്നുണ്ടെങ്കിൽ അത് മോൾഡ്, ഇപ്പം മെഴുക് പോലെ ഉള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സാധനം, അതായത് ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് ഉറയ്ക്കുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് അതിലേക്ക് ഫില്ല് ചെയ്തിട്ട് അത് പിന്നെ ഇളക്കിയെടുത്തിട്ട് അതിൽ കാണുന്ന അടയാളം വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന, അതാണ് ഫുട് പ്രിന്റ് ലിഫ്റ്റ് ചെയ്യുന്ന മെത്തേഡ്. ദെൻ ഇതേപോലെ തന്നെ ഹെയർ വിത്ത് ക്യൂട്ടിക്കിൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ആനിമൽ ഹെയർ ആണോ ഹ്യൂമൻ ഹെയർ ആണോ, അത് മെയിലാണോ ഫീമെയിലിൻ്റെ ആണോ ചൈൽഡാണോ ഏജ്ഡ് പേഴ്സൻ്റെ ആണോ എന്നെല്ലാം മനസ്സിലാക്കാം. അതുകൂടാതെ തന്നെ സസ്പെക്റ്റഡ് പേഴ്സന്റെ വേറൊരു ഹെയറുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10% വെറും ഹെയർ മാത്രം കിട്ടിയാൽ പോരാ, വിത്ത് ക്യൂട്ടിക്കിൾ, അതായത് ഹെയർ നമ്മളെ സ്കിന്നിലേക്ക് ചേരുന്ന ഭാഗത്തുള്ള ആ ഭാഗം കൂടി കിട്ടിക്കഴിഞ്ഞാൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ ഐറിസ് നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി, അതായത് കണ്ണിന്റെ ഉള്ളിലുള്ള ലെൻസിന് ചുറ്റുമുള്ള ഭാഗം, ആ ഭാഗത്തിനാണ് ഐറിസ് എന്ന് പറയുന്നത്. ആ ഐറിസിലും നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം കുറേ ഇങ്ങനെ അടയാളങ്ങൾ, പാറ്റേൺസ്. ആ പാറ്റേൺസും ഫിംഗർ പ്രിന്റ് പോലെ തന്നെ യുണീക്കാണ്. നോ ടു പേഴ്സൺസ് വിൽ ഹാവ് ഐഡന്റിക്കൽ പാറ്റേൺസ് ഇൻ ദി ഐറിസ്. അപ്പോൾ അത് തമ്മിൽ കമ്പയർ ചെയ്തിട്ടും ഇപ്പോൾ എയർപോർട്ടുകളിലൊക്കെ സാധാരണ ഐറിസ് റെക്കഗ്നേഷനാണ് ഉപയോഗിക്കുക. അതായത് ഓരോരുത്തരുടെയും നമ്മളെ പാസ്പോർട്ടിൽ ആ ഐറിസിന്റെ അത് ഒരു കോഡ് നമ്പറായിട്ട് കോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് നമ്മളോട് സാധാരണഗതിയിൽ കണ്ണട മാറ്റിയിട്ട് ഒരു ലെൻസിലേക്ക് നോക്കാനാണ് പറയുന്നത്. നോക്കി കഴിയുമ്പോൾ ഇത് തമ്മിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതും ഈ ഇതേപോലെ തന്നെ ഫിംഗർ പ്രിന്റ് പോലെ തന്നെ ഒരു യുണീക്ക് ആയിട്ടുള്ള സംഗതിയാണ്. ഫുൾ പ്രൂഫ് ആയിട്ട്, ഓൾമോസ്റ്റ് ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു റെക്കഗ്നേഷൻ ടെക്നിക്കാണ് ഈ ഐറിസ് റെക്കഗ്നേഷൻ. ഇനി ഉള്ളത് DNA നമ്മൾ സാധാരണഗതിയിൽ കേൾക്കുന്ന ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡേൺ ടെക്നോളജിയാണ്. അത് നമ്മളെ DNA പരിശോധിച്ചിട്ട്, അപ്പോൾ DNA-യും ഫിംഗർ പ്രിന്റ് പോലെ തന്നെ ഓരോരുത്തരുടേതും യുണീക്ക് ആയിരിക്കും എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ അത് ബോഡി ടിഷ്യൂ, ഏതെങ്കിലും ഒരു ടിഷ്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ DNA ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരാളുടെ രക്തം, അല്ലെന്നുണ്ടെങ്കിൽ സ്പേം, സലൈവ, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബോഡി ടിഷ്യൂ, ഹെയർ, ബോണ്, അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ടിഷ്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മളെ സെല്ലിന്റെ ഉള്ളിലുള്ള പോർഷൻ എടുത്തിട്ടാണ് DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറയുന്ന ടെക്നോളജി വഴി കൃത്യമായിട്ടും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള ആ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് DNA എക്സാമിനേഷൻ നടത്തുന്നത്. അപ്പോൾ DNA എക്സാമിനേഷനും മരിച്ചയാളുടെ ഈവൻ സ്കെൽട്ടൽ റിമൈൻസ് മാത്രമേ കിട്ടിയിട്ടുള്ളെങ്കിൽ പോലും, അപ്പോൾ DNA ഐഡന്റിഫിക്കേഷനുള്ള പ്രധാന ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും സസ്പെക്റ്റഡ് ആയിട്ടുള്ള ആളുടെ ഒരു റിലേറ്റീവിന്റെ DNA ആയിട്ടുള്ള കമ്പാരിസൺ വഴി ഈ ഐഡന്റിഫിക്കേഷൻ സാധ്യമാണ് എന്നുള്ളതാണ്. ഇപ്പൊ സൂപ്പർ ഇമ്പോസിഷൻ ആണെന്നുണ്ടെങ്കിൽ
മറ്റു ആളുടെ അല്ലെങ്കിൽ സംശയിക്കുന്ന ആളുടെ ഫോട്ടോഗ്രാഫ് വേണം. ഇനി ഫിംഗർ പ്രിന്റിന്റെ കമ്പാരിസൺ ആണെന്നുണ്ടെങ്കിൽ അതിനും ഒരു സ്പെസിമെൻ സ്റ്റാൻഡേർഡ് ഫിംഗർ പ്രിന്റ് വേണം. ഐറിസ് റെക്കഗ്നീഷൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ അത് വേണം. അതേസമയം DNA ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അടുത്ത ബന്ധുവിന്റെ ബ്ലഡ് റിലേറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ DNA ആയിട്ട് കമ്പയർ ചെയ്തിട്ടും ഈ ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് DNA അനാലിസിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ്. അത് ദാറ്റ് ഈസ് എ മോഡേൺ ടെക്നോളജി. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഐഡന്റിറ്റിയെ കുറിച്ച് നമുക്കിപ്പോൾ പെട്ടെന്ന് ചുരുക്കി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എന്നെ കാണാൻ കേൾക്കാൻ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും വീഡിയോ കാണുന്നില്ല അല്ലേ? വീഡിയോ കാണുന്നില്ല. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഓക്കെ, ഇപ്പൊ കാണാമോ? ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഒന്നാണ്. അപ്പോൾ ഇതോടുകൂടി ഞാൻ ആ ഒരു പാർട്ട്, ഒരു ഫസ്റ്റ് പാർട്ട് ഇപ്പൊ ഒന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ഇതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ ഇനി ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചുറീസിനെ കുറിച്ച്. ഇതിപ്പോ നമ്മൾ ഡെത്തിനോട് അനുബന്ധിച്ച് മരിച്ച ആളുകളെ സംബന്ധിച്ചുള്ള കുറെ കാര്യങ്ങളിൽ ആണ് ആ ഒരു ഏരിയ ആണ് കവർ ചെയ്തത്. ഇനി നമ്മൾ ഇഞ്ചുറീസിനെ കുറിച്ച് ഒന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴേക്കും നമ്മളെ അവൈലബിൾ ടൈമുണ്ട്. അപ്പോൾ ഇവിടെ ഞാനൊന്ന് ചെറിയൊരു ബ്രേക്ക് ചെയ്യാണ്. ഞാനിപ്പോൾ ഒന്ന് വീഡിയോ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. ഓഡിയോ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഭാഗത്ത് എനിക്ക് കുറച്ച് സ്പീഡിലാണ് പോയതെന്ന് എനിക്കറിയാം. സ്പീഡിൽ പോകാനുള്ള കാരണം ഒന്ന്, നമ്മളുടെ സമയം നമുക്ക് പരിമിതമായ സമയത്തിനുള്ളിൽ തീർക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പേർക്കെങ്കിലും അറിയാവുന്ന കാര്യങ്ങൾ, കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ ജസ്റ്റ് അങ്ങനെ പാസ് ചെയ്ത് പോകാം. പക്ഷെ ചില കാര്യങ്ങൾ ഏതെങ്കിലും ഒരാൾക്ക് അറിയാവുന്ന കാര്യം വേറൊരാൾക്ക് അറിയാത്തതുണ്ടാവും. അങ്ങനത്തെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളതുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒന്ന് പ്രമോദത്തില് അതൊന്ന് ഇപ്പം വരുന്ന സംശയങ്ങളൊന്ന് ഏരിയയെ സംബന്ധിച്ചുള്ള ഡൗട്ട്സ് ചുരുക്കി നമുക്ക് ചോദിക്കാവുന്നതാണ്. ഹാൻഡ് റൈസ് ചെയ്താൽ മതി. സാറേ, എന്റെ ഒരു സംശയം, ഒരാളുടെ ഏജ് വ്യത്യാസപ്പെടുന്നതനുസരിച്ച് അയാളുടെ ഫിംഗർ പ്രിന്റിന് എന്തെങ്കിലും മാറ്റം വരുമോ? എല്ലാം ഇപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കുമോ എന്നുള്ളതാണ്. ഫിംഗർ പ്രിന്റ് ടിൽ ഡെത്ത് ഒരിക്കലും മാറ്റം വരില്ല. അത് ആകെ വ്യത്യാസം സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അത്ര ഇഞ്ചുറി ഉണ്ട്, അതായത് ബേൺ, അതല്ലെന്നുണ്ടെങ്കിൽ ബേണോ ഇലക്ട്രിക്കൽ ഇഞ്ചുറി അല്ലെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് കെമിക്കൽ, അങ്ങനെ എന്തുകൊണ്ട് അത് ഒബ്സ്ക്യൂർ ആയി പോകുന്നതല്ലാതെ ആ ഫിംഗർ പ്രിന്റിന് മാറ്റം വരില്ല. കയ്യിലെ തൊലി പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ പോലും പിന്നീട് ആ തൊലി വീണ്ടും വരുമ്പോഴും പഴയ ഫിംഗർ പ്രിന്റ് തന്നെയാണ് വരിക, മാറ്റം ഉണ്ടാവില്ല. മ്യൂട്ടിലേറ്റ് ചെയ്യാൻ പറ്റും, മ്യൂട്ടിലേഷൻ മാത്രമേ അതിൽ വരും. സാർ, ഞാൻ ചോദിക്കുന്നത്, സാർ ആ മോഡേൺ ഇമേജിംഗ് ടെക്നോളജിയെ കുറിച്ച് പറഞ്ഞു, അതിനൊരു വേർഡ് പറഞ്ഞല്ലോ, എന്തോ റിട്ടോപ്സി എന്ന്. എനിക്ക് ആ വേർഡ് കിട്ടിയില്ല. വിർട്ടോപ്സി, VRTOPSY, അതായത് വെർച്വൽ എന്നുള്ള വാക്കും ഒട്ടോപ്സി എന്ന വാക്കും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് വിർട്ടോപ്സി, VIRTOPSY. വിർട്ടോപ്സി. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, കിഷോർ കടകംപള്ളി. കിഷോർ. ബെയിലിൻദാസ് ചോദിച്ചോളൂ. ഹലോ സാർ, ഡൗട്ട് ചോദിക്കാവോ? സാർ, എന്റെ ഡൗട്ട് സാർ, സൂപ്പർ ഇമ്പോസിഷൻ ടെക്നിക്ക് പ്രകാരം 100% ഇന്ന ആളാണെന്ന് ഉറപ്പിക്കാൻ പറ്റത്തില്ലെന്ന് സാറ് പറഞ്ഞായിരുന്നു സാർ. അങ്ങനെയാണെങ്കിൽ അത് പ്രോസിക്യൂഷൻ കേസിനെ ബാധിക്കത്തില്ല സാർ? സാർ, ഐഡന്റിഫിക്കേഷൻ പ്രകാരം സാർ 100% നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ലെന്ന് സാറ് പറഞ്ഞായിരുന്നല്ലോ. അതെ, അതിന്റെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് പ്രധാനമായിട്ടും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ ആണ് ഇത് വളരെ പ്രയോജനം ചെയ്യാം. കാരണം ഒരു
സ്കെൽട്ടൺ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യലി പോലീസ് വിൽ ബി ക്ലൂലെസ് ആസ് ടു ഹൂസ് സ്കെൽട്ടൺ ഇറ്റ് ഈസ്. ചില കേസിൽ ഒരു പരാതി ഉണ്ടാവും, ഒരാൾ മരിച്ചു അല്ലെന്നുണ്ടെങ്കിൽ ഒരാളെ കാണുന്നില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടാവും. പക്ഷെ പല കേസിലും അതുപോലും ഉണ്ടാവില്ല. എവിടുന്നെങ്കിലും ഒന്നെങ്കിൽ എക്സ്കാവേറ്റ് ചെയ്യുമ്പോൾ, മണ്ണ് എക്സ്കാവേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കാട്ടിൽ ആരെങ്കിലും പോകുന്ന സമയത്ത്, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായി, അല്ലെങ്കിൽ ഒരു വെള്ളപ്പാച്ചിലുണ്ടായി, അങ്ങനെയുള്ള പല സാഹചര്യത്തിൽ ഒരു സ്കെൽട്ടൺ കാണുന്നുണ്ട്. അങ്ങനെ ഒരു സ്കെൽട്ടൺ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആരുടേതാണ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ യാതൊരു ക്ലൂവും ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഈ ഐഡന്റിഫിക്കേഷൻ മെത്തേഡ്സ്. കുറെ ബോൺസ് കിട്ടി, ആ ബോൺസ് ഇപ്പൊ കാട്ടിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ അതിൽ ആനിമൽസിന്റെ ഉണ്ടാവാം, അല്ലെങ്കിൽ മനുഷ്യന്റെ ഉണ്ടാവാം. അപ്പോൾ അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സെഗ്രിഗേറ്റ് ചെയ്ത് അത് കൊണ്ടുവന്ന് അവസാനം ആണിന്റെ ആണോ പെണ്ണിന്റെ ആണോ എന്ന് നോക്കി അയാളുടെ സൈസ് എത്രയാണെന്നുള്ളത്, ഈവൻ ഇപ്പോൾ ഒരു ചില ബോൺസ് മാത്രം കിട്ടിയാൽ, അതായത് ഉദാഹരണത്തിന് നമ്മുടെ ഫീമർ തുടയിൽ മാത്രം കിട്ടിയിട്ടുണ്ടെങ്കിലും മരിച്ചയാളുടെ ഹൈറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കാം. അതിനൊരു ഫോർമുല ഉണ്ട്, ആ ഫോർമുല അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഏകദേശം ഏജ് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും, മരിച്ചിട്ട് എത്ര കാലമായെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും തന്നെ ഏകദേശം കുറെ കാര്യങ്ങൾ റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. ഇത് പുരുഷന്റെ എല്ലാണെന്നുണ്ടെങ്കിൽ അത് പുരുഷന്റെ ആണെന്നുള്ളത് മനസ്സിലായി, ഏജ് ഗ്രൂപ്പ് ഏകദേശം മനസ്സിലായി, അപ്പൊ കുട്ടിയുടെ അല്ല വയസ്സിന്റെ അല്ല ഒരു ഇന്ന പ്രായത്തിലുള്ള ആളാണെന്ന് മനസ്സിലായി, ഹൈറ്റ് എത്രയുള്ള ആളാണെന്ന് മനസ്സിലായി. അങ്ങനെ 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 സീറോ ഇൻ ചെയ്ത് കുറെ അങ്ങ് എത്തിക്കഴിയുമ്പോഴാണ് പിന്നെ അടുത്തത് ഫർദർ ഇൻഡിക്കേഷൻ. അങ്ങനെ വരുമ്പോഴാണ് ആരാണെന്നുള്ളത് ഐഡന്റിഫിക്കേഷനിലേക്ക് വരുന്നത്. അതിന് ഈ സൂപ്പർ ഇമ്പോസിഷൻ നടത്തി കഴിയുമ്പോൾ ഓൾമോസ്റ്റ് യു വിൽ ഗെറ്റ് ആൻ ഐഡിയ. എന്നിട്ട് അത് വെച്ചിട്ട് ഫർദർ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തി കഴിയുമ്പോൾ ഇത് വേറെ കാര്യങ്ങൾ, അപ്പോൾ ഒരു ക്രിമിനൽ വേറെ എവിടെയെങ്കിലും മിസ്സിംഗ് ആയിട്ടുള്ള ഒരാൾ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്രിമിനൽ കേസിൽ കാണാതായ ആളാണ് എന്ന് അപ്പോൾ എവിടെയെങ്കിലും റിപ്പോർട്ട് ഉണ്ടാവും. ആ റിപ്പോർട്ടും ഇതും കൂടി വെച്ചിട്ട് നോക്കുമ്പോൾ ഇന്ന ആളുടേതാണെന്നുള്ള ഐഡന്റിഫിക്കേഷൻ ഓൾമോസ്റ്റ് അതിലേക്ക് എത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റ് ഫീച്ചേഴ്സും കൂടെ കൂടി. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് മാത്രം ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ബോൺ എക്സാമിൻ ചെയ്യുമ്പോൾ മരിച്ചിട്ട് എത്ര കാലമായി എന്നുള്ളത് ഐഡിയ കിട്ടും. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ, ഇപ്പൊ എറണാകുളം പോലീസ് സ്റ്റേഷനിൽ ഒരു ആളെ കാണാതായി എന്നുള്ള ഒരു പരാതി കിടക്കുന്നു. 40 വയസ്സുള്ള പുരുഷൻ, അയാളെ ഇന്ന ദിവസം മുതൽ കാണുന്നില്ല എന്നുള്ള പരാതി. തൃശ്ശൂരിൽ നിന്ന് ഒരു സ്കെൽട്ടൺ കിട്ടി. ആ സ്കെൽട്ടൺ പരിശോധിക്കുന്ന സമയത്ത് അത് പുരുഷൻ്റെതാണെന്ന് മനസ്സിലായി, അയാളുടെ ഏജ് 40 വയസ്സ് എന്നുള്ളത് മനസ്സിലായി, കാണാതായ ആളുടെ ഹൈറ്റും അനുസരിച്ചിട്ട് 6 അടി ഉയരമുള്ള ആളാണ്, സ്കള്ളിന്റെ ഹൈറ്റും അതിനനുസരിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ കുറെ ഇങ്ങനെ അടുത്ത് വരുവാണ്. അതിനുശേഷം ഈ സൂപ്പർ ഇമ്പോസിഷൻ കൂടെ നടത്തി കഴിയുമ്പോഴേക്കും ആളുടെ ഷേപ്പിനെ കുറിച്ചും കിട്ടി. പിന്നെ ഈ സ്കെൽട്ടൺ പരിശോധിക്കുമ്പോൾ തന്നെ മരിച്ചിട്ട് എത്ര കാലമായി, 6 മാസത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 6 മാസമാണെന്നുള്ളത് അതും ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു 80% അല്ലെങ്കിൽ 85% സൂപ്പർ ഇമ്പോസിഷൻ കൊണ്ട് കിട്ടിയ ഐഡന്റിറ്റിയും ടൈം സിൻസ് ഡെത്ത്, ഹൈറ്റ്, അതേപോലെ ബോഡിയിൽ നിന്ന് അസെപ്റ്റൻ ചെയ്ത ആളുടെ ഏജ്, കംപ്ലൈന്റ് കാണാതായെന്ന് പറയുന്ന ആളുടെ ഏജ്, ഇതെല്ലാം കൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 100% ഐഡന്റിഫിക്കേഷൻ ഫിക്സ് ചെയ്യാൻ പറ്റും. അതാണ്. ഓക്കെ. സജിത് കുമാർ, ബ്ലഡ്ലെസ് ഫീൽഡിന്റെ കാര്യം പറഞ്ഞില്ല, ഈ സൂയിസൈഡിന്റെ കേസുകളിലൊക്കെ അത് വരുമ്പോ സാധാരണ പോസ്റ്റ്മോർട്ടത്തിൽ അവരങ്ങനെ ഇത് ചെയ്യാറില്ലല്ലോ. അതിനെ പ്രത്യേക പേരെന്താ, അതൊന്ന് വ്യക്തമാക്കണം സാർ, ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാല്. അല്ല, അത് ഞാൻ പറഞ്ഞത് അതിനിടയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പം സമയം എത്രയാണെന്നൊന്ന് പറയാമോ? ടൈം എത്രയാണെന്നൊന്ന് ആരും പ്രമോദ് സമയം എത്രയായപ്പോ? 8 മണിയായി. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് 8 മണിയോട് കൂടിയിട്ട് ഈ സെഷൻ, അതായത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ നിർത്തിയിട്ട് അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതും കൂടി കഴിഞ്ഞാൽ ഞാൻ ഇന്ററാക്ഷൻ തൽക്കാലത്തേക്ക് നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബ്ലഡ്ലെസ് അത് ഞാൻ ആ ടൈം ഒന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു
പല പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റുകളിലും ഇങ്ങനെ ഒരു ടേം നമ്മൾ കാണാറുണ്ട്. അതായത് എക്സാമിനേഷൻ ഓഫ് ദ നെക്ക് ടിഷ്യൂസ് കണ്ടക്റ്റഡ് അണ്ടർ ബ്ലഡ്ലെസ് ഫീൽഡ്. ബ്ലഡ് ഇല്ലാത്ത ഫീൽഡിൽ ആണ് അത് പരിശോധിച്ചത് എന്ന് അങ്ങനെ ഒരു ടെർമിനോളജി ഉപയോഗിച്ചിരിക്കുന്നത് കാണും. അത് എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് പറഞ്ഞത്. അത് പ്രധാനമായിട്ടും നെക്ക് ഇഞ്ചുറീസ് ഉള്ള കേസുകളിലാണ് അതിന് റിലവൻസ് വരുന്നത്. ഒന്നെങ്കിൽ സ്ട്രാങ്കുലേഷൻ കേസുകൾ, അതല്ലെങ്കിൽ സൂയിസൈഡ് കേസുകൾ, അല്ലെങ്കിൽ ഈവൻ ഹാങ്ങിങ്, ലിഞ്ചിങ്. അതായത് ലിഗേച്ചർ സ്ട്രാങ്കുലേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പാറ്റേൺ, അതായത് ഒരു കയറോ ഇല്ലെന്നുണ്ടെങ്കിൽ തോർത്ത തുണി, അതുപോലത്തെ ബെൽറ്റ്, എന്ത് സാധനം കൊണ്ടാണെന്നുണ്ടെങ്കിലും ഒരാളെ മുറുക്കിക്കൊന്നതാണെന്നുണ്ടെങ്കിൽ അതിന്റെ അടയാളം ഷേപ്പും ഒരു തരത്തിലായിരിക്കും. ഹാങ്ങിങ് ആണെന്നുണ്ടെങ്കിൽ ഹാങ്ങിങ് അത് ക്യാൻ ബി ഐദർ സൂയിസൈഡ് ഓർ ഹോമിസൈഡ്, അതിന്റെ പാറ്റേൺ ഒരു തരത്തിലായിരിക്കും. അതേപോലെ ഈ കഴുത്ത് ഞെരിച്ച് മാനുവൽ സ്ട്രാങ്കുലേഷൻ തന്നെ കൈകൊണ്ടാവാം, അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തടിയോ സ്റ്റിക്ക് അതുപോലെയുള്ള എന്തെങ്കിലും സാധനം വെച്ചിട്ട് പ്രസ് ചെയ്തിട്ടാകാം. അങ്ങനത്തെ കേസിലൊക്കെ ഉണ്ടാകുന്ന ഇഞ്ചുറീസ് ഓരോന്നും അതിനൊരു പ്രത്യേക ഫീച്ചേഴ്സ് ഉണ്ടാവും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ് ആ ഭാഗത്ത് ഈ ടിഷ്യൂസ് എക്സാമിൻ ചെയ്യുന്നത്. പ്രധാനമായിട്ടും ദർ വിൽ ബി ഇൻഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് ഇൻ ടു ദി ഡീപ്പർ ടിഷ്യൂസ്. അത് സൂപ്പർഫിഷ്യൽ ടിഷ്യൂസിൽ മാത്രമേ ഉള്ളൂ, മിഡിൽ ടിഷ്യൂസിലേക്കും പോയിട്ടുണ്ടോ, അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ മിന്നൽ ടിഷ്യൂസിലേക്കൊക്കെ പോയിട്ടുണ്ടോ ഇഞ്ചുറി എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തെ ടിഷ്യൂസ് കട്ട് ചെയ്ത്, അതായത് മസിൽസ് കട്ട് ചെയ്തിട്ട് ഏതെല്ലാം ഭാഗത്തേക്ക് ബ്ലഡ് ഡിഫ്യൂസ് ചെയ്ത് കയറിയിട്ടുണ്ട്, അത് ഇറ്റ് വിൽ ബി കറസ്പോണ്ടിങ് ടു ദി പ്രഷർ അപ്ലൈഡ് ഓൺ ദി നെക്ക് പോർഷൻ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പുറമേ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു അടയാളം. പുറമേ ഉള്ള അടയാളം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ലൈഗേച്ചർ സ്ട്രാങ്കുലേഷൻ അല്ലെങ്കിൽ ഹാങ്ങിങ്ങിന്റെ ഒരു ടെൽറ്റൈൽ ആണ് എന്ന് തോന്നും. പക്ഷേ ടിഷ്യൂ ഉള്ളിലേക്ക് പരിശോധിക്കുമ്പോൾ ടിഷ്യൂസ് ഇൻടാക്ട് ആണെന്നുണ്ടെങ്കിൽ കോസ് ഓഫ് ഡെത്ത് അതല്ല. അതാണ് ഇതിലെ നമുക്ക് ട്രയലിന്റെ ഒരു ആസ്പെക്റ്റിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതാണ് അതായത് തൊലിപ്പുറമെ ഹാങ്ങിങ്ങിന്റെ പോലെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലൈഗേച്ചർ ഉറഞ്ഞതിൻ്റെതായിട്ടുള്ള പാട് കാണും. അതുകൊണ്ട് മാത്രം മരിച്ച ഇതുകൊണ്ടാണ് എന്ന് പറയാൻ പറ്റില്ല. ടിഷ്യൂസിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ളിലേക്ക് ഇഞ്ചുറീസ് ഇല്ല എന്നുണ്ടെങ്കിൽ the doctor will have to probe further as to what exactly is the cause of death. Cause of death വേറെ എന്തെങ്കിലും ആയിരിക്കും, തലയ്ക്ക് ഏറ്റവും പരിക്കോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും പരിക്കോ ഉണ്ടോ, ആള് മരിച്ചതായിരിക്കും. പക്ഷെ കഴുത്തിൽ എന്തെങ്കിലും ഒരു ബലപ്രയോഗം കൊണ്ട് കുറച്ച് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള തൊലിക്ക് എന്തെങ്കിലും മാറ്റം വന്നതോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരവോ ചതവോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ കോസ് ഓഫ് ഡെത്തിനെ കുറിച്ച് ഒരു മിസ്ലീഡിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പോസ്റ്റ്മോർട്ടത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തരത്തിൽ എക്സാമിനേഷൻ നടത്തുന്നത്. ഓക്കെ, നൗ വി വിൽ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് പാർട്ട്. ഓക്കെ, നൗ വി വിൽ മൂവ് ഓൺ ടു ഇഞ്ചുറീസ്. ഇഞ്ചുറീസ് പറയുമ്പോൾ നമ്മൾ മെക്കാനിക്കൽ ഇഞ്ചുറീസിൽ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അതായത് മെക്കാനിക്കൽ ഇഞ്ചുറീസിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു മെയിൻ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഞ്ചുറീസിനെ നമുക്ക് ആദ്യമേ ഒരു 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് മെക്കാനിക്കൽ ഇഞ്ചുറീസ്, ദെൻ തെർമൽ ഇഞ്ചുറീസ്, ദെൻ കെമിക്കൽ ഇഞ്ചുറീസ്, ആൻഡ് ഫോർത്ത് ഇഞ്ചുറീസ് ഡ്യൂ ടു ഫിസിക്കൽ ഏജൻസ്. അപ്പോൾ അതിൽ മെക്കാനിക്കൽ ഇഞ്ചുറീസ് ആണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അത്രയും നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. അപ്പം ബാക്കിയുള്ളത് എന്താണെന്ന് മാത്രം ഒന്ന് പറഞ്ഞിട്ട് പോവാം. തെർമൽ ഇഞ്ചുറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഇഞ്ചുറീസ് വിച്ച് ആർ കോസ്ഡ് ബൈ ഐദർ ഹീറ്റ് ഓർ കോൾഡ്. ഹീറ്റ് കൊണ്ട് ഉണ്ടാകുന്ന ഇഞ്ചുറീസ് ബേൺസ് ആൻഡ് സ്കാൾസ്. ബേൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ തീപ്പൊള്ളൽ പോലെയുള്ള പൊള്ളലിനെ. സ്കാൾഡ് എന്ന് പറയുന്നത് എനി ഹീറ്റഡ് സബ്സ്റ്റൻസ്, ഹീറ്റഡ് ലിക്വിഡ് സച്ച് ആസ് വാട്ടർ ഓർ ഓയിൽ, അങ്ങനെയുള്ള എന്തെങ്കിലും. അപ്പോൾ അതായത് നമ്മൾ
സ്കാൾഡ് എന്ന് പറയുമ്പം വെന്ത, ചൂട് കൊണ്ട് വേകുന്ന. മറ്റേത് തീ കൊണ്ട് പൊള്ളൽ വരുന്നതിനാണ് ബേൺസ് എന്ന് പറയുന്നത്. സ്കാൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് കൊണ്ട്, ഹോട്ട് ലിക്വിഡ്. അതേപോലെ തന്നെ അതിൻ്റെ മറ്റൊരു കാറ്റഗറിയാണ് ഡ്യൂ ടു കോൾഡ്. ചൂട് കൊണ്ട് ഉണ്ടാകുന്ന പോലെ തന്നെ ഇഞ്ചുറി തണുപ്പ് കൊണ്ടും ഉണ്ടാകും. തണുപ്പ് പക്ഷേ നമ്മളുടെ ഒരു സാധാരണഗതിയിലുള്ള തണുപ്പ്, നമ്മൾ ഇവിടെ പറയുന്ന എ സിയിലിരിക്കുമ്പോഴുള്ള തണുപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഐസ് കട്ടയിൽ പിടിച്ചാണ്ടാകുന്ന തണുപ്പിനേക്കാൾ താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ പല ഇഞ്ചുറീസ് ഉണ്ടാകും. അത് 4 കാറ്റഗറിയിലായിട്ട് പറയും. ഹൈപ്പോതെർമിയ, അതായത് ഹൈപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കുറവ്, തെർമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കുറവായതുകൊണ്ടുണ്ടാകുന്ന ഹൈപ്പോതെർമിയ. അതായത് കോൾഡ് അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഒന്ന് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ -4 താഴേക്ക് ജസ്റ്റ് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഫങ്ഷൻസ് വല്ലാതെ അഫക്റ്റഡ് ആകും. അതുകൊണ്ട് മരണം തന്നെ സംഭവിക്കാം. ഇല്ലെങ്കിൽ മരണത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ബോഡിയിലെ ടെമ്പറേച്ചർ താന്ന് ബോഡിയിലെ പ്രവർത്തനങ്ങൾ തകരാറിലായിട്ട് നമ്മുടെ റിയാക്ഷൻസ്, അതിൽ കൊണ്ട് പല റിയാക്ഷൻസ് ഉണ്ടാകും. ബോധം പോകും, ബോഡി സ്റ്റിഫാകുക, അങ്ങനെയുള്ള സ്റ്റേജിലേക്ക് പോകും. അൾട്ടിമേറ്റ്ലി ദാറ്റ് വിൽ ലീഡ് ടു ഡെത്ത് ഓൾസോ. അപ്പോൾ അങ്ങനെയുള്ള ഇഞ്ചുറി, അതായത് ജസ്റ്റ് ഡ്യൂ ടു എക്സ്പോഷർ ടു എക്സ്ട്രീം ലോവർ ടെമ്പറേച്ചർ, അതാണ് ഹൈപ്പോതെർമിയ. ദെൻ ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഏതെങ്കിലും ബോഡിയുടെ ഒരു പാർട്ട് വളരെ തണുത്ത പ്രതലത്തിൽ സ്പർശിക്കുക അല്ലെങ്കിൽ തണുത്ത അറ്റ്മോസ്ഫിയറിൽ എക്സ്പോസ്ഡ് ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗം നമ്മൾ ചൂട് കൊണ്ട് പൊള്ളി അവിടുത്തെ ടിഷ്യൂസ് നഷ്ടപ്പെടുന്ന പോലെ തന്നെ ഈ തണുപ്പ് കൊണ്ടും അവിടുത്തെ ടിഷ്യൂസിന് ഡാമേജ് സംഭവിക്കും. അത് ആണ് ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ തന്നെ ഈ ട്രഞ്ച് ഫൂട്ട്, ഇമേർഷൻ ഫൂട്ട് എന്നൊക്കെ പറയുന്നതും അത് കാറ്റഗറിയിൽ തന്നെ വരുന്നത്. അതായത് ചില പർട്ടിക്കുലർ ആയിട്ട്, അതായത് ട്രഞ്ച് ഫൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തണുപ്പ് ഇതൊക്കെ ജോലി ചെയ്യുന്ന പട്ടാളക്കാര് ട്രഞ്ചിൽ ഐസ് കട്ട് ചെയ്തിട്ടുള്ള ട്രഞ്ചിലൊക്കെ ഇരിക്കുമ്പം അവരുടെ കാല് സാധാരണ മരവിച്ച്, കാലിന്റെ ചലനശേഷി അല്ലെങ്കിൽ അതുപോലെ പ്രവർത്തനശേഷി, കാല് അവസാനം ചിലപ്പോൾ ആംപ്യൂട്ട് ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് തന്നെ പോകും, സർക്കുലേഷൻ ഇല്ലാതായിട്ട്. അങ്ങനെയുള്ളത് ട്രഞ്ച് ഫൂട്ട്. അതുപോലെ ഇമേർഷൻ, തണുത്ത ലിക്വിഡിലോ അല്ലെന്നുണ്ടെങ്കിൽ ഐസിലോ ഒക്കെ കുറേ സമയം ഈ കാലിലല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ട് ഇമേഴ്സ്ഡ് ആയിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടിഷ്യൂസിന് സംഭവിക്കുന്ന ഇറപ്പയറബിൾ ആയിട്ടുള്ള ഇഞ്ചുറി, അതിന് ഇമേർഷൻ ഫൂട്ട് എന്ന് പറയും. അത് ദീസ് ആർ തെർമൽ ഇഞ്ചുറീസ്. ദെൻ കെമിക്കൽ ഇഞ്ചുറീസ് സാധാരണ ഇതിൽ വരുന്നത് ഇഞ്ചുറീസ് ഡ്യൂ ടു കൊറോസീവ് ആസിഡ്സ്, കൊറോസീവ് ആൽക്കലീസ് ആൻഡ് അതർ കൊറോസീവ് സബ്സ്റ്റൻസ്. അതായത് തട്ടിയാൽ പൊള്ളൽ പോലെ ഉള്ള കൊറോഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള എനി ടൈപ്പ് ഓഫ് ലിക്വിഡ്സ് ഓർ സബ്സ്റ്റൻസസ്, ആസിഡ്, ആൽക്കലി, പിന്നെ ആ കാറ്റഗറിയിൽ വരുന്ന മറ്റ് മെറ്റീരിയൽസ് ആയിട്ടുണ്ടാകുന്ന അങ്ങനത്തെ ഇഞ്ചുറീസ്. ദെൻ ഇഞ്ചുറീസ് ഡ്യൂ ടു ഫിസിക്കൽ ഏജൻസ്. അതിൽ ഇലക്ട്രിസിറ്റി ഒരു ഫിസിക്കൽ ഏജന്റ് ആണ്. നമുക്കറിയാം ഇലക്ട്രിസിറ്റി ആയിട്ട്, ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി ആയിട്ട് കോണ്ടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇഞ്ചുറി ഉണ്ടാവും. ദെൻ ലൈറ്റ്നിങ്, ഇടിവെട്ടി ഇതേപോലെ ഇഞ്ചുറി ഉണ്ടാവും. ദെൻ എക്സ്റേയിലേക്ക് കൂടുതലായിട്ട് ഉള്ള എക്സ്പോഷർ കൊണ്ട് ഇഞ്ചുറി ഉണ്ടാകാം. ദെൻ അതർ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള, അതായത് പ്ലൂട്ടോണിയം മുതൽ അങ്ങനെയുള്ള റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസുമായിട്ടുള്ള എക്സ്പോഷർ കൊണ്ടും ഇഞ്ചുറീസ് ഉണ്ടാകാം. അതൊക്കെ ഇഞ്ചുറീസ് ഡ്യൂ ടു ഫിസിക്കൽ ഏജൻസ് ആണ്. നൗ വി വിൽ കം ബാക്ക് ടു മെക്കാനിക്കൽ ഇഞ്ചുറീസ്. മെക്കാനിക്കൽ ഇഞ്ചുറീസിനെ പ്രധാനമായിട്ടും 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഡ്യൂ ടു ബ്ലണ്ട് ഫോഴ്സ്, ദെൻ ഡ്യൂ ടു ഷാർപ്പ് എഡ്ജ്ഡ് വെപ്പൺസ് ആൻഡ് ദെൻ ഫയർ ആം വൂണ്ട്സ്. അപ്പോൾ അതിൽ ബ്ലണ്ട് ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന ഇഞ്ചുറീസ് നമുക്കൊന്ന് നോക്കാം. ബ്ലണ്ട് ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന ഇഞ്ചുറീസിനെ 4 ആയിട്ട് വീണ്ടും തിരിച്ചിരിക്കുന്നു. ദേ ആർ അബ്രേഷൻ, കൺഡ്യൂഷൻ, ലാസറേഷൻ ആൻഡ് ഫ്രാക്ചർ ആൻഡ് ഡിസ്ലൊക്കേഷൻ. ഇങ്ങനെ 4 ആയിട്ട് ബ്ലണ്ട് ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന ഇഞ്ചുറീസിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ നമ്മളെല്ലാവരും സാധാരണ കേൾക്കുന്നതാണ്. എന്താണെന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണയുണ്ട്. പക്ഷേ നമ്മൾക്ക് ഒരു ക്രിമിനൽ കേസിന്റെ കോണ്ടെക്സ്റ്റിൽ അതിന്റെ മെഡിക്കോ ലീഗൽ റെലവൻസ്, അതിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള റെലവൻസ് എന്താണെന്നുള്ളതാണ് ഇപ്പൊ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ
ഞാൻ ശ്രമിക്കുന്നത്. അബറേഷൻ. അബറേഷൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അബറേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഉരവ് അല്ലെങ്കിൽ ഉരച്ചിൽ എന്ന് പറയുന്ന ആ സംഗതിക്കാണ് അബറേഷൻ എന്ന് പറയുന്നത്. ആ അബറേഷൻ തന്നെ പലതരത്തിലുള്ള കാറ്റഗറി ഉണ്ട്. അതിൽ ലീനിയർ അബറേഷൻ ഫസ്റ്റ് കാറ്റഗറി, അതായത് എന്തെങ്കിലും ഒരു ഷാർപ്പ് ഓർ പോയിന്റഡ് ഓബ്ജക്റ്റ് കൊണ്ട് ജസ്റ്റ് ഒരു വര പോലെ ഉണ്ടാകുന്ന അബറേഷനെ, അതായത് അബറേഷൻ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ സ്കിന്നിൽ ഉണ്ടാകുന്ന, സ്കിന്നിന്റെ സൂപ്പർഫിഷ്യൽ ആയിട്ട് ഉണ്ടാകുന്ന ജസ്റ്റ് ഒരഞ്ഞിട്ടുണ്ടാകുന്ന ഇഞ്ചുറി, എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒന്നോ അതിലധികമോ പോയിന്റഡ് ആയിട്ടുള്ള പാർട്ട് സ്കിന്നിൽ കൂടി ഉരഞ്ഞു നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഉരവിനെയാണ് ലീനിയർ അബറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഇപ്പോൾ വെപ്പണിന്റെ കത്തിയോ അല്ലെങ്കിൽ ഒരു കുന്തം, വാള് അതുപോലെയൊക്കെയുള്ളതിന്റെ ഷാർപ്പ് എഡ്ജ് പോയിന്റഡ് പോർഷൻ ജസ്റ്റ് ഒന്നങ്ങ് പറഞ്ഞു നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ കോസ് എ ലീനിയർ അബറേഷൻ. ദെൻ ഈ അബറേഷന്റെ കാര്യം പറഞ്ഞു പോകുമ്പോൾ തന്നെ ഒന്ന് ഒരു അതിന്റെ മെഡിക്കോ ലീഗലായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ക്രിമിനൽ പ്രാക്ടീസിന്റെ കാര്യത്തിൽ വരുന്ന ഒരു റിലവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, a closer examination of the linear aberration will give a clear indication as to the direction of the aberration. ഏത് ഭാഗത്ത് തുടങ്ങി ഏത് ഭാഗത്ത് അവസാനിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള ടെൽറ്റെയിൽ ആയിട്ടുള്ള സിംറ്റംസ് അതിൽ തന്നെ ഉണ്ടാകും. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഭാഗത്തുനിന്ന്, ഉദാഹരണത്തിന് എന്റെ കൈ കാണാമല്ലോ അല്ലേ പ്രമോദ്? വീഡിയോ ഓഫ് ആണ്. ഓ സോറി. ഓക്കെ, ഞാൻ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നതാണ്. ഓക്കെ, ഇപ്പൊ എന്റെ കൈ കാണാമല്ലോ. ഇപ്പോ കയ്യില് ഇപ്പൊ ഈ ഭാഗത്ത് ഇങ്ങോട്ടാണ് ഒരു പോയിന്റഡ് ഓബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ, ഈ ഭാഗത്ത് തുടങ്ങുന്ന ഭാഗത്ത് കുറച്ച് ഡീപ്പായിട്ടും ഈ അറ്റത്തേക്ക് വരുമ്പോൾ സാധാരണഗതിയിൽ അത് വളരെ അതിന്റെ ഡെപ്ത് കുറഞ്ഞിട്ട് അതിന്റെ എന്താ വളരെ ലൈറ്റ് ആയിട്ടാണ് വരിക ഒന്ന്. അപ്പൊ ഒരു ടെയിലിംഗ് ഓഫ് എന്ന് പറയും. അതായത് തുടങ്ങുന്ന ഭാഗത്ത് ഒരു പ്രോമിനന്റ് ആയിട്ടും മറ്റേടത്തേക്ക് വരുമ്പോഴത്തേക്കും ഫെയിന്റ് ആയിട്ടും ഉണ്ടാവും. കൂടാതെ ഇവിടുന്ന് ഇങ്ങനെ വരുന്ന ആ സ്കിൻ പോർഷൻ സ്കൂപ്പ് ചെയ്തിട്ട്, അതായത് നമ്മളിപ്പോൾ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യുന്ന പോലെ അതിങ്ങനെ സ്കൂപ്ഡ് ആയിട്ട് ഒരു ഈ അറ്റത്ത് അത് കൂടുതലായിട്ട് കട്ട പിടിച്ച രീതിയിലുണ്ടാവും. അപ്പോൾ അത് കാണുമ്പം എവിടുന്നാണ് ഇഞ്ചുറി, ഏത് ഭാഗത്ത് നിന്ന്. അപ്പോൾ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്രിമിനൽ കേസ് വരുമ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാൾ കത്തി കൊണ്ട് കുത്തി, എങ്ങനെയാ കുത്തി വയ്ക്കുമ്പോൾ മേലെ നിന്ന് താഴേക്കാണോ താഴെ നിന്ന് മേലേക്കാണോ സൈഡിലേക്കാണോ എന്ന് പറയുമ്പോൾ ആ പറയുന്ന ഈ ലീനിയർ അബറേഷന്റെ ഈ ഡയറക്ഷൻ നോക്കിയിട്ട് അതുമായിട്ട് നമുക്ക് ക്രോസ് എക്സാമിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡോക്ടർ അത് നോട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്രോസ് എക്സാമിനേഷനിൽ നമ്മൾ ഡോക്ടറോട് ചോദിക്കുക, അതിന്റെ ഡയറക്ഷൻ നിങ്ങൾ അസർട്ടൈൻ ചെയ്തിരുന്നോ, അസർട്ടൈൻ ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നോ, അത് പരിശോധിച്ചിരുന്നോ എന്ന് വെച്ചിട്ട് ഡോക്ടർ പറയുകയാണ് ദാറ്റ് വാസ് ഫ്രം ടോപ്പ് ടു ബോട്ടം എന്ന് പറയും. വിറ്റ്നസിനോട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിറ്റ്നസിനെ എങ്ങനെ ക്രോസ് എക്സാമിൻ ചെയ്യണം എന്നുള്ളത് ഇത് വെച്ചിട്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഡയറക്ഷന്റെ കാര്യത്തിൽ അബറേഷനിൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ ആവശ്യമാണ്. അപ്പം അത് ലീനിയർ അബറേഷൻ. ദെൻ ദർ ഇസ് അനദർ കാറ്റഗറി, ദാറ്റ് ഈസ് സെക്കൻഡ് കാറ്റഗറി ഈസ് ഗ്രേസ് അബറേഷൻ. ഗ്രേസ് അബറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു റഫായിട്ടുള്ള സർഫസിൽ നമ്മളുടെ സ്കിൻ ഒരയുമ്പോൾ ഉണ്ടാകുന്ന അബറേഷനാണ് ഗ്രേസ് അബറേഷൻ. ഗ്രേസ് അബറേഷൻ എന്ന് പറയുമ്പം അത് ഒരു കൂടുതൽ ഏരിയയിലുണ്ടാവും. അത് നമ്മൾ ഒരഞ്ഞ സർഫസിന്റെ ഏകദേശം ആ സർഫസിന്റെ പ്രതലത്തിനനുസരിച്ചിട്ടായിരിക്കും ആ ഗ്രേസ് അബറേഷൻ ഉണ്ടാകുക. അപ്പോൾ അതിൽ തന്നെ ചില ഉയർന്ന ഭാഗങ്ങളും താഴ്ന്ന ഭാഗങ്ങളും ഉണ്ടെങ്കിൽ ചില ഭാഗത്തെ തൊലി പോയിട്ടുണ്ടാകും, ചില ഭാഗത്തെ തൊലി ഉണ്ടാവില്ല. പ്രധാനമായിട്ടും റോഡിലൊക്കെ റോഡ് ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് റോഡിൽ ഒരയുമ്പോൾ ഗ്രേസ് അബറേഷനാണ് ഉണ്ടാകുക. അതിലും ഈ പറയുന്ന ഡയറക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ തേർഡ് കാറ്റഗറി ഈസ് പ്രഷർ അബറേഷൻ. അതായത് നമ്മളെ തൊലിപ്പുറമെ
ഒരു പ്രഷർ ഏതെങ്കിലും ഓബ്ജക്റ്റ് കൊണ്ട് പ്രഷർ ചെലുത്തുമ്പോൾ, ഈവൻ ഒരു മെറ്റീരിയൽ എന്തെങ്കിലും ഒരു തടിയോ റൂളറോ അതുപോലെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും വെച്ച് പ്രഷർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ കൈകൊണ്ട് അമർത്തിയാൽ പോലും പ്രഷർ അബ്രേഷൻ ഉണ്ടാവും. അപ്പോൾ അതും കൊണ്ടുണ്ടാകുന്ന അടയാളവും ആ ഉപയോഗിച്ച മെറ്റീരിയലിനോട് കറസ്പോണ്ടിങ് ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഒരു ലൈഗേച്ചർ കൊണ്ട് പ്രഷർ ചെലുത്തുമ്പോൾ അതിൻ്റെ ഷേപ്പിന് അനുസരിച്ചിട്ടുള്ള അബ്രേഷനാണ് അതിൽ കാണുക. അതേപോലെ ഫോർത്ത് കാറ്റഗറി ഇംപ്രിന്റ് അബ്രേഷൻ ഓർ ഇമ്പാക്ട് അബ്രേഷൻ. എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു വാഹനത്തിന്റെ ടയർ കയറിപ്പോയി, അപ്പോൾ ആ ടയറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അടയാളങ്ങൾ പോലും നമ്മളെ ഓർമ്മയുണ്ടാവും. അങ്ങനെയുള്ള ഈ അബറേഷനെ ഇംപ്രിന്റ് അബറേഷൻ അല്ലെങ്കിൽ ഇമ്പാക്ട് അബറേഷൻ എന്ന് പറയും. അതിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പ്രതലമാണ് ഈ ഇഞ്ചുറി ഉണ്ടാക്കിയതെന്നുള്ളതിനെ കുറിച്ചുള്ള ഇൻഡിക്കേഷൻ അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതാണ് അബറേഷൻ എന്ന് പറയുന്നത്. നൗ വി വിൽ മൂവ് ഓൺ ടു കൺട്യൂഷൻ. വാട്ട് ഈസ് കൺട്യൂഷൻ? കൺട്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളത്തിൽ ചതവ് എന്ന് പറയുന്നത്. ഈ ചതവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് വാട്ട് എക്സാക്ട്ലി ഈസ് മെഡിക്കലി എന്താണ് ചതവ് എന്നുള്ളത് നമുക്ക് പറയാം, മനസ്സിലാക്കാം. അതായത് ഒരു ബ്ലണ്ട് ഫോഴ്സ് നമ്മളെ ബോഡിയുടെ ഏതെങ്കിലും ഭാഗത്ത് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രഷർ കൊണ്ട് നമ്മളെ തൊലിയുടെ അടിയിലുള്ള ബ്ലഡ് വെസൽസ് ഏതെങ്കിലും പൊട്ടിയിട്ട് അതിൽ കൂടി ബ്ലഡ് ആ വെസലിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അതേസമയം തൊലിക്ക് പുറത്തേക്ക് വരുന്നില്ല, ബ്ലീഡിങ് ഇല്ല. വിത്തൗട്ട് ബ്ലീഡിങ് ഈ ബ്ലഡ് വെസൽസ്, അത് ഏറ്റവും മേലെയാണെന്നുണ്ടെങ്കിൽ കാപ്പിലറീസ് ആയിരിക്കും, അത് ഡീപ്പാണെന്നുണ്ടെങ്കിൽ വെയിൻ പൊട്ടാം, അല്ലെങ്കിൽ ഈവൻ ആർട്ടറീസ് പൊട്ടാം. അത് ആ പ്രഷറിന്റെ ഫോഴ്സിന്റെ അനുസരിച്ചും അതേപോലെ തന്നെ ഏരിയ അനുസരിച്ചും അങ്ങനെ പൊട്ടിയിട്ട് അത് നമ്മളെ ബോഡി ടിഷ്യൂസിലേക്ക്, മസിൽസും ഒക്കെയുള്ള ടിഷ്യൂസിലേക്ക് ഈ ബ്ലഡ് ലീക്ക് ചെയ്ത് കയറി കഴിഞ്ഞിട്ട് അങ്ങനെ അവിടം അഫക്റ്റ് ചെയ്യുന്നു, ആ ടിഷ്യൂസിന് ഡാമേജ് സംഭവിക്കുന്നു. അതേപോലെ ബ്ലഡ് അവിടെ തളം കെട്ടി നിൽക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. അതാണ് നമ്മൾ ചതവ് എന്ന് പറയുന്നത്. അപ്പൊ ചതവിൽ സംഭവിക്കുന്ന ഇതാണ്, ബ്ലഡ് വെസൽസ് പൊട്ടുന്നു എന്നുള്ളതാണ്. ബ്ലഡ് വെസൽസ് പൊട്ടിയിട്ട് ബ്ലഡ് പുറത്തേക്ക് വരുന്നു. അതുകൊണ്ടാണ് സാധാരണ ചതവുണ്ടാകുമ്പോൾ സ്വെല്ലിംഗ് ഉണ്ടാകുന്നത്. കാരണം വെസൽസിൽ കൂടി ഒഴുകിക്കൊണ്ടിരിക്കേണ്ട ബ്ലഡ് അതിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് അവിടെ തളം കെട്ടി വന്നിട്ട് ആണ് ഈ സ്വെല്ലിംഗ് ഉണ്ടാകുന്നത്. അപ്പോൾ ചതവിന്റെ ഒരു ഏറ്റവും അക്കമ്പനിയിങ് ഫീച്ചറാണ് സ്വെല്ലിംഗ്, നീർക്കെട്ടും പിന്നെ ഡിസ്കളറേഷനുമാണ് സാധാരണ കാണുന്നത്. പക്ഷെ പലപ്പോഴും ഇതിന്റെ ഒപ്പം തന്നെ ദർ വിൽ ബി അബറേഷൻ ഓൾസോ. സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഫോഴ്സ്, ഇപ്പോൾ ഒരു റഫായിട്ടുള്ള ഒബ്ജക്റ്റ് കൊണ്ടാണ് ഉദാഹരണത്തിന് അടിച്ചതെങ്കിൽ അവിടെ വരവും ഉണ്ടാവും, ചതവും ഉണ്ടാവും. അതേപോലെ ഒരു വീഴ്ച, റോഡിലോ തറയിൽ വീഴുന്നു, വരവും ചതവും ഉണ്ടാവും. യൂഷ്വലി കൺട്യൂഷൻസ് വിൽ ബി അക്കമ്പനീഡ് ബൈ അബ്രേഷൻസ് ഓൾസോ. ഇത് കൺട്യൂഷന്റെ കാര്യം പറയുമ്പോൾ ഒരു കൺട്യൂഷനും പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്ങും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്, അതായത് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ഈ സ്കിന്നിന്റെ ഉള്ളിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ട് അവിടെ ആ ഭാഗത്തേക്ക് പൂൾ ചെയ്യുന്നതാണ് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്. അതേസമയം അവിടെ ബ്ലഡ് വെസൽസിന്റെ റപ്ചറിങ് ഉണ്ടാകുന്നില്ല, ആ ഭാഗത്തേക്ക് ബ്ലഡ് പൂൾ ചെയ്ത് കളക്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ആ ഭാഗത്തെ ബ്ലഡ് വെസൽസിലേക്ക് ബ്ലഡ് പൂൾ ചെയ്യുന്നതാണ്, ചെറിയ ബ്ലഡ് വെസൽസ്. അതേസമയം ഈ കൺട്യൂഷനിലാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് വെസൽസ് പൊട്ടിയിട്ട് ടിഷ്യൂസിനിടയിലേക്ക് ബ്ലഡ് ലീക്ക് ചെയ്ത് കയറിയിട്ടുണ്ടാവും. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ പലപ്പോഴും അത് തമ്മിൽ മാറിപ്പോകാൻ, മിസ്റ്റേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് ആൻഡ് കൺട്യൂഷൻ. അപ്പോൾ അതിന്റെ മെഡിക്കോ ലീഗൽ റിലവൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് ചെറിയ ഏരിയയിലുള്ളതാണെന്നുണ്ടെങ്കിൽ അത് കൺട്യൂഷനായിട്ട് പലപ്പോഴും മിസ്റ്റേക്ക് ചെയ്തിട്ട് അത് എന്തെങ്കിലും അറ്റാക്ക് കൊണ്ടുണ്ടായിട്ടുണ്ടെന്ന് ഉള്ളതാണെന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. അത്
തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആണോ എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് കഴിയുമ്പം ബ്ലഡ് പുറത്തേക്ക് വരും. അതേസമയം പോസ്റ്റ് മോർട്ടം സ്റ്റെയിനിങ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അവിടുന്ന് പുറത്തേക്ക് വരാനായിട്ട് ഫ്രീ ആയിട്ടുള്ള ബ്ലഡ് ഉണ്ടാവില്ല. അങ്ങനെയാണ് പോസ്റ്റ് മോർട്ടം സ്റ്റെയിനിങ്ങും കൺഫ്യൂഷനും തമ്മിൽ തിരിച്ചറിയുന്നത്. അപ്പോൾ നമ്മൾക്കുള്ള ക്രിമിനൽ വക്കീലന്മാർക്ക് പ്രത്യേകിച്ച് ഡിഫൻസ് ലോയറിന് അതും കൊണ്ടുള്ള റിലവൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ ക്രോസ് എക്സാമിൻ ചെയ്യുന്ന സമയത്ത് ചോദിക്കാം, നിങ്ങൾ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ ഒരു കൺഫ്യൂഷൻ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കൺഫ്യൂഷൻ തന്നെയാണോ, അതെയോ ഈസ് ഇറ്റ് എ മിസ്റ്റേക്കൺ കേസ് ഓഫ് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് ബീയിങ് മിസ്റ്റേക്കൻലി നോട്ടഡ് ആസ് എ കൺഫ്യൂഷൻ എന്നുള്ളതിന് വേണ്ടിയിട്ട് ക്രോസ് എക്സാമിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡോക്ടറോട് ചോദിക്കുന്നു, how did you ascertain whether it is a confusion or a postmortem staining? അപ്പൊ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ എക്സാമിൻ ചെയ്തത്? അപ്പോൾ വെറും നോട്ടത്തില് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അത് കൺഫ്യൂഷൻ തന്നെയാണെന്ന് ഉറപ്പിക്കാനായിട്ട് വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ we can create a doubt in the mind of the court. ഓക്കെ, അപ്പോൾ അത് തമ്മിൽ ഉള്ള വ്യത്യാസം. പിന്നെ ഈ കൺഫ്യൂഷന്റെ കാര്യത്തിൽ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ വിൽ ബി അക്കമ്പനീഡ് ബൈ കളർ ചേഞ്ച്. ഫ്രഷ് ആയിട്ടുള്ള ഒരു ചതവ് നമ്മളതിപ്പോഴും കാണുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ ചതവുണ്ടായിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള അവിടെ ആദ്യത്തെ ദിവസം റെഡിഷ് ആയിട്ട് കാണും, പിന്നീട് അതൊരു ബ്ലൂയിഷ് കളറാകും, ദെൻ ബ്രൗണിഷ് കളറാകും, ദെൻ ഗ്രീനിഷ്, യെല്ലോയിഷ് ആൻഡ് ഒരു 14 ദിവസം കൊണ്ട് അത് നോർമൽ പഴയ കളറിലേക്ക് വരും. അപ്പോൾ ഈ കൺഫ്യൂഷന്റെ ഏജ് അസർട്ടൻ ചെയ്യാനായിട്ട് കളർ ഓഫ് ദാറ്റ് ഏരിയ ഈസ് വെരി റിലവൻറ്റ്. ആദ്യത്തെ ഫസ്റ്റ് ഡേയിൽ ഇറ്റ് വിൽ ബി റെഡിഷ്, then for 2-3 days it will be bluish, then for 5 days it will be brownish, 5 to 6 days color will be usually greenish, then 7 to 10 days yellowish, and by 14th day the original color, skin color will be restored. ആ ഒരു പാറ്റേൺ നോക്കിയിട്ട് എത്ര ദിവസം പഴക്കമുള്ളതാണ് കൺഫ്യൂഷൻ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ദാറ്റ് ഓൾസോ ഈസ് ആൻ ഇൻഡിക്കേഷൻ ഫോർ ദി ഏജ് ഓഫ് ദി ഇഞ്ചുറി. അതും ക്രോസ് എക്സാമിനേഷന്റെ സമയത്ത് നമുക്ക് വളരെ റിലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡോക്ടറോട് ചോദിക്കാം, ഹാവ് യു നോട്ടഡ് ദി കളർ ഓഫ് ദി കൺഫ്യൂഷൻ? അത് നോട്ട് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇത് ഈ പറഞ്ഞ സമയത്തും പറഞ്ഞ കൊണ്ടുണ്ടായത് ഒരാളുടെ ശരീരത്തിൽ, മരിച്ചയാളുടെ ശരീരത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം അത് ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റിന് ഉണ്ടായതാവണമെന്നില്ല, അത് മുമ്പ് എപ്പോഴെങ്കിലും ഉള്ളതാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഈ കളർ ചേഞ്ച് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ ഒരാൾ അറ്റാക്കിൽ മരിച്ചുകൊണ്ട് തന്നെ അയാളുടെ ദേഹത്ത് കൺഫ്യൂഷൻ കണ്ടു, പക്ഷെ ആ കൺഫ്യൂഷന്റെ കളർ നോട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് 1 ദിവസത്തിനുള്ളിലാണെന്നുണ്ടെങ്കിൽ, അതായത് മരണം സംഭവിച്ചത് ഈ ഇഞ്ചുറി ഉണ്ടായ സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ മരണം സംഭവിച്ചതാണെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ മസ്റ്റ് ബി റെഡിഷ് ഇൻ കളർ. ആ സമയം അതിന്റെ കളർ ഗ്രീനിഷ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എവിഡന്റ് ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഓൾഡ് ഇഞ്ചുറി. ഇത് സംഭവത്തിന് ഉണ്ടായതേ അല്ല എന്നുള്ള എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അപ്പം ഡോക്ടർ കൺഫ്യൂഷന്റെ കളർ നോട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ക്രോസ് എക്സാമിനേഷനിൽ അത് കൃത്യമായിട്ടും ചോദിച്ചിട്ട് ഡോക്ടറെ നമുക്ക് ഡിസ്ക്രെഡിറ്റ് ചെയ്യാം, പ്രോസിക്യൂഷൻ കേസിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും. ആ സമയം കളർ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫ്രഷ് ആണോ അല്ലയോ എന്നുള്ളത് ഈ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവുക ശരീരത്തിന്റെ ഇന്ന ഭാഗത്ത് ഗ്രീനിഷ് കളർ കൺഫ്യൂഷൻ കണ്ടു എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അതിൽ നിന്ന് നമ്മൾ ആണ് പിന്നെ അത് ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളടുത്ത് ചോദിക്കാം, ഗ്രീനിഷ് ആണെന്നുണ്ടെങ്കിൽ ഡോക്ടർ വിൽ നോട്ട് ബി അറ്റ്ലീസ്റ്റ് 5 or 6 days ഓൾഡ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം ഡോക്ടർ നമുക്ക് അനുകൂലമായിട്ട് ഉത്തരം പറയും. നമ്മളത് ചോദിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഉത്തരം കിട്ടില്ല. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് മാത്രമേ, കൺഫ്യൂഷന്റെ കളർ മാത്രമേ നോട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ, അതിന് ഇത്ര ദിവസത്തെ പഴക്കമുണ്ട്, അതുകൊണ്ട് ഇതിലുണ്ടായതല്ല എന്നൊന്നും ഡോക്ടർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയില്ല. അത് മനസ്സിലാക്കി ചോദിച്ച് എലിസിറ്റ് ചെയ്യേണ്ട ഡ്യൂട്ടി ഒരു ഡിഫൻസ് ലോയർക്കാണ്. അതിന് ഈ കളർ ചേഞ്ചിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ദാറ്റ് മച്ച് റിഗാർഡിംഗ് ദി കൺഫ്യൂഷൻ. നൗ വി വിൽ മൂവ് ഓൺ ടു lacerations and or lacerated injuries and incised injuries or incised wounds. ഇത് രണ്ടും ആദ്യത്തെ രണ്ടിലും നമ്മൾ കണ്ടു, അത് സ്കിന്നിലോ അല്ലെങ്കിൽ ബോഡി ടിഷ്യൂവിലോ കട്ടിങ് ഇല്ലാത്ത ഇഞ്ചുറീസ് ആണ്. സ്കിൻ ലോസ് ആൻഡ്
ബ്ലഡ് വെസൽസിലുള്ള റപ്ചറും അതും കൊണ്ടുണ്ടാകുന്നതാണ്. അതേസമയം ലാസറേഷൻ ഓർ ലാസറേറ്റഡ് ഇഞ്ചുറി ആൻഡ് ഇൻസൈസ്ഡ് ഇഞ്ചുറീസ് ആർ ആക്ച്വലി സ്പ്ലിറ്റിംഗ് ഓഫ് ദി സ്കിൻ ആൻഡ് ബോഡി ടിഷ്യൂസ്. അപ്പോൾ രണ്ടിലും സ്പ്ലിറ്റിംഗ് ഉണ്ട്. പിന്നെ അത് ഏത് തരത്തിലുണ്ടായത് അല്ലെങ്കിൽ എന്ത് വെപ്പൺ കൊണ്ടുണ്ടായത് എന്നുള്ളതനുസരിച്ചാണ് ഇറ്റ് വിൽ ബി കാറ്റഗറൈസ്ഡ് ഐദർ ആസ് എ ലാസറേറ്റഡ് ഇഞ്ചുറി ഓർ ആസ് എ ആൻ ഇൻസൈസ്ഡ് ഇഞ്ചുറി. അപ്പോൾ അത് ഈ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. ഇപ്പോൾ നമ്മളെ ഒരു ബോഡിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, സ്കിൻ ആ ഭാഗം രണ്ടായിട്ടുണ്ട്, ടിഷ്യൂസും ഇങ്ങനെ അകന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇറ്റ് ഈസ് ആൻ ഇൻസൈസ്ഡ് ഓർ ലാസറേറ്റഡ് ഇഞ്ചുറി. ഇനി ഇൻസൈസ്ഡ് ഇഞ്ചുറി ആൻഡ് ലാസറേറ്റഡ് ഇഞ്ചുറി തിരിച്ചറിയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീൻ കട്ട് ഇഞ്ചുറീസ് ആർ കോൾഡ് ഇൻസൈസ്ഡ് ഇഞ്ചുറീസ് ആൻഡ് അൺക്ലീൻ ഓർ ഇറഗുലർ. ക്ലീൻ കട്ട് എന്ന് പറയുന്നത് അവിടെ ചെളിയും മണ്ണും ഉള്ള നിലയ്ക്കല്ല, നീറ്റായിട്ട് ഷാർപ്പ് വെപ്പൺ കൊണ്ടാകുന്ന കറക്റ്റ് ആയിട്ടുള്ള കട്ടിങ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ആൻ ഇൻസൈസ്ഡ് ഇഞ്ചുറി. ആ സമയം ഒരു ബ്ലണ്ട് വെപ്പൺ ഓർ ബ്ലണ്ട് ഓബ്ജക്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന ഇറഗുലർ ഷേപ്പിലുള്ള ഇഞ്ചുറീസിനെയാണ് ലാസറേറ്റഡ് ഇഞ്ചുറി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷേ ചില കേസിൽ ഇൻസൈസ്ഡ് ഇഞ്ചുറിയും ലാസറേറ്റഡ് ഇഞ്ചുറിയും തമ്മിൽ ഒരു തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന ഏരിയാസ് ഉണ്ടാകും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആസ് എ റൂൾ ആൻ ഇൻസൈസ്ഡ് ഇഞ്ചുറി വിൽ ബി കോസ്ഡ് ബൈ എ ഷാർപ്പ് edged weapon and an incised injury will lacerated injury will be caused by a blunt weapon. ആ തിയറിക്ക് ഉള്ള ഒരു എക്സെപ്ഷൻ ആണ് നമുക്ക് ഇനി മനസ്സിലാക്കേണ്ടത്. അതായത് ഈവൻ എ blunt object can cause an incised looking injury at times. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ വളരെ ടൈറ്റ് ആയിട്ടിരിക്കുന്ന, അതായത് ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ തലയിൽ സ്കിൻ ടൈറ്റ് ആണ്, അതേപോലെ അതിൽ അണ്ടർലൈങ് ടിഷ്യൂസ് ഇല്ല. നമ്മളെ കയ്യിലോ ഇല്ലെന്നുണ്ടെങ്കിൽ മസിൽ ഉള്ള പാർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കിന്നിൻ്റെ അടിയിൽ ബോണിലെത്തുന്നതിന് മുമ്പ് ദർ വിൽ ബി ടിഷ്യൂസ്. വേറെ ചില പാർട്ടിൽ നമ്മളെ പ്രധാനമായിട്ടും നമ്മുടെ തല, ദെൻ നമ്മളെ മുട്ടിൻ്റെ ചിരട്ട, പറ്റേല, അവിടെയൊന്നും അണ്ടർലൈങ് ടിഷ്യൂസ് ഇല്ല. അവിടെ സ്കിന്ന് ഇമ്മീഡിയറ്റ് ആണ്, സ്കിൻ ടൈറ്റും ആണ്. അങ്ങനെ ടൈറ്റ് സ്കിൻ വിത്തൗട്ട് അണ്ടർലൈങ് ടിഷ്യൂസിൽ ഈവൻ ഒരു ബ്ലണ്ട് ആയിട്ടുള്ള, ഈവൻ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു വടി കൊണ്ട് അടിച്ചാലും there will be a splitting of the skin which will look like an incised injury. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയാനായിട്ടുള്ള എന്താണ് മെത്തേഡ് അത് മനസ്സിലാക്കണം. അപ്പോൾ examination with a magnifying lens will give a clear indication. Magnify ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ there will be irregularity if it is an incised looking injury caused by a blunt weapon. Whereas if it was caused by an incised injury, on magnification it will appear as cleanly cut. That is the first identification feature. Secondly, ഇനി പറയുന്ന ഒരു ടേം bridging of tissues. That is another important feature. Bridging എന്ന ഓഫ് ടിഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒരു നമ്മൾ മനസ്സിലാക്കി ഈ രണ്ട് ഇഞ്ചുറിയിലും there will be splitting of tissues. സ്പ്ലിറ്റിംഗ് എന്ന് പറയുമ്പം സൂപ്പർഫിഷ്യൽ ആയിട്ട് അടിയിലേക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകണം. ഈ ബ്രിഡ്ജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം അതിന്റെ അടിഭാഗത്തായിട്ട് ടിഷ്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാലം പോലെ വലിഞ്ഞു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇഞ്ചുറിയുടെ അടിഭാഗത്തായിട്ട് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടിഷ്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിരിക്കുന്നത് അത് മുഴുവനായിട്ട് മുറിഞ്ഞിട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ ലാസറേറ്റഡ് ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിൽ usually there will be bridging of the tissues. That also will give an indication as to whether it is an incised injury or lacerated injury. Okay. അപ്പോൾ ഇത് തമ്മിൽ തിരിച്ചറിയാനുള്ള ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ യൂഷ്വലി lacerated injury will be caused by a blunt weapon and incised injury will be caused by a sharp weapon. ഇനി അതിന്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് പോയാൽ പ്രമോദ സമയത്ത് പറയാം. ഇനി നമുക്ക് 8:30 ആവാൻ പോകുന്നു സാർ. 3 minutes കൂടെ ഉള്ളു. അപ്പൊ നമുക്ക് ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്തായാലും 9 മണിയാകുമ്പോൾ അവസാനിപ്പിക്കണ്ടേ? ഓക്കെ. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന്
വേഗത്തിൽ പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ ഇൻസൈസ്ഡ് ഇഞ്ചുറീസിൽ നമുക്ക് ഉള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന് ടൈലിംഗ് ഓഫ്. ഞാൻ ലീനിയർ റെപ്പറേഷന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇൻസൈസ്ഡ് ഇഞ്ചുറിക്കും അതിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കാനായിട്ട് ടൈലിംഗ് ഓഫ്. ഒരു കുത്തിയിട്ട് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുത്തിയ ഭാഗത്ത് ഡീപ്പായിരിക്കും, അവിടുന്ന് താഴെ അറ്റത്തേക്ക് വരുമ്പോഴേക്കും അത് എങ്ങനെ ലൈറ്റായിട്ട് സൂപ്പർഫിഷ്യൽ ആയിട്ട് വരും. അപ്പോൾ അതിനാണ് വാല് പോലെ, എലിവാല് പോലെ, അതാണ് ടൈലിംഗ് ഓഫ് എന്ന് പറയുന്നത്. അത് നോക്കിയാൽ അതിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഏത് ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്കെന്നുള്ളത്. പിന്നെ ഡബിൾ എഡ്ജഡ് ആൻഡ് സിംഗിൾ എഡ്ജഡ് വെപ്പൺ, ഏത് എങ്ങനത്തെ വെപ്പണാണ് ഉപയോഗിച്ചത് എന്നുള്ളതിന്റെ ഇൻഡിക്കേഷൻ അതിൽ നിന്ന് കിട്ടും. അതായത് ഒരു രണ്ട് ഭാഗം മൂർച്ചയുള്ള ഒരു വെപ്പൺ കൊണ്ടുണ്ടാകുന്ന ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിൽ അതിന് ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ടാകും. ഒരു ഭാഗം മാത്രം മൂർച്ചയുള്ളതാണെന്നുണ്ടെങ്കിൽ അതിന് ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ടാകും. അത് കൂടി ഒന്ന് പറയാം. അതായത് ഒരു ഡബിൾ എഡ്ജഡ് വെപ്പൺ കൊണ്ടുള്ള ഒരു സ്റ്റാബ് ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ രണ്ട് ഭാഗവും നല്ല നീറ്റായിട്ട് കട്ടായിരിക്കും. അതേസമയം സിംഗിൾ എഡ്ജഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഭാഗം ബ്ലണ്ട് ആയിരിക്കും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ അറ്റം ബ്ലണ്ട് ആയിട്ടിരിക്കും. അവിടെ ഒരു ഷാർപ്പ് കട്ടായിരിക്കില്ല. അവിടെ ഒരു ചതഞ്ഞ പോലത്തെ ഒരു അപ്പിയറൻസ് ഉണ്ടാവും, മറ്റേ ഭാഗത്ത് ക്ലീൻ ആയിട്ടിരിക്കും. അപ്പൊ അതാണ് സിംഗിൾ എഡ്ജ് ഓർ ഡബിൾ എഡ്ജ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇൻഡിക്കേഷൻ കിട്ടുന്ന അടയാളം. ദെൻ ടൈലിംഗ് ഓഫ് സിംഗിൾ എഡ്ജ് ആൻഡ് ഡബിൾ എഡ്ജ്. പിന്നെ ഈ ഇൻസൈസ്ഡ് ഇഞ്ചുറീസ് സാധാരണഗതിയിൽ ഉപയോഗിച്ച വെപ്പണിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ വെപ്പണിനെ കുറിച്ച് ഇൻഡിക്കേഷൻ കിട്ടുന്ന രീതിയിലായിരിക്കും ആ ഇഞ്ചുറിയുടെ ഷേപ്പ് സാധാരണഗതിയിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വാളുകൊണ്ട് വെട്ടിയാലുണ്ടാകുന്ന ഇഞ്ചുറി, കത്തി കൊണ്ട് കുത്തിയാലുണ്ടാകുന്ന ഇഞ്ചുറി, അല്ലെങ്കിൽ ചില പ്രത്യേക ടൈപ്പിലുള്ള വെപ്പൺസ്, അതായത് റബ്ബർ ടാപ്പേഴ്സ് നൈഫ് പലരും കണ്ടിട്ടുണ്ടാകും. റബ്ബർ ടാപ്പേഴ്സ് നൈഫ് കൊണ്ട് ഉള്ള റബ്ബർ ടാപ്പേഴ്സ് നൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രത്യേക ഷേപ്പിലാണ്, ഒരു ബോട്ട് ലൈക്ക് ഷേപ്പാണ്. അതായത് മുൻഭാഗം ഒരു വി ഷേപ്പിൽ, ഉള്ളിലേക്കുള്ള ഒരു വി ഷേപ്പും പിന്നെ മേലേക്ക് കുറച്ച് പൊങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനത്തെ ഒരു വെപ്പൺ കൊണ്ടുണ്ടാകുന്ന ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിന്റെ ഷേപ്പിലായിരിക്കും. അങ്ങനെ സാധാരണഗതിയിൽ ആ വെപ്പണിന്റെ ഷേപ്പ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് വെപ്പണ് കറസ്പോണ്ടിങ് ആയിട്ടാണ് സാധാരണഗതിയിൽ ഇൻസൈസ്ഡ് ഇഞ്ചുറീസ് കാണുക. പക്ഷേ പിന്നെ അതിന് ദാറ്റ് ഈസ് നോട്ട് ആൻ ഇൻവേരിയബിൾ റൂൾ. ഒരേ വെപ്പൺ കൊണ്ട് തന്നെ പല ഷേപ്പിലുള്ള ഇഞ്ചുറീസും ഉണ്ടാവാം. അത് ഏത് തരത്തിൽ കോസ് ചെയ്യുന്നു എന്നുള്ളത്. അതായത് ഞാൻ പറഞ്ഞു, ഒരു ഡബിൾ എഡ്ജ് അല്ല സിംഗിൾ എഡ്ജ് വെപ്പൺ ആണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒരറ്റം കുറച്ച് ബ്ലണ്ടായിട്ടും മറ്റേ അറ്റം ഷാർപ്പായിരിക്കും. പക്ഷെ അത് ഇൻവേരിയബിൾ അല്ല. കാരണം തുടങ്ങുന്ന ഭാഗത്ത് അതിന്റെ ഷാർപ്പ് പോർഷൻ മാത്രം ടച്ച് ചെയ്തിട്ട് വലിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തും ഷാർപ്പായിട്ട് തന്നെ കട്ട് കാണും. അതേസമയം മറ്റേ ഭാഗം രണ്ട് ഭാഗം ഒരു ഡബിൾ എഡ്ജ് വെപ്പൺ കൊണ്ടുണ്ടായതാണ് എന്ന് തോന്നാവുന്ന തരത്തിലുള്ള ഇഞ്ചുറീസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ ഡെപ്ത്, അതുപോലെ അതിന്റെ പൊസഷൻ, അതേപോലെ ഏരിയ, ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് ഇഞ്ചുറി വരുന്നതെന്നനുസരിച്ചിട്ട് ഒരേ വെപ്പൺ കൊണ്ട് തന്നെ പലതരത്തിലുള്ള ഷേപ്പിലുള്ള ഇഞ്ചുറീസും ഉണ്ടാകാം. ഇത് ട്രയലിൽ നമുക്ക് പലപ്പോഴും റെലവൻ്റ് ആണ്. സാധാരണഗതിയിൽ ഒരു ആളുടെ ദേഹത്ത് പല ഷേപ്പിലുള്ള ഇഞ്ചുറീസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ടെൻഡൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് വാസ് കോസ്ഡ്, those different shaped injuries are caused by different weapons, thereby giving the indication that the accused are numerous. ഒരാൾ തന്നെയല്ല, പലരും ചേർന്ന് പല വെപ്പൺ കൊണ്ട് ഉപയോഗിച്ചാണെന്നുള്ള രീതിയിൽ കേസ് ഡെവലപ്പ് ചെയ്യാനാണ് സാധ്യത. പക്ഷേ ഒരാൾ തന്നെ ഒരേ വെപ്പൺ കൊണ്ട് പല ഭാഗത്ത് പല ആംഗിളിലും പല ഫോഴ്സിലും ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഇഞ്ചുറീസ് ആണ് എന്നുള്ളത് നമുക്ക് ഡോക്ടറെ ക്രോസ് എക്സാമിൻ ചെയ്യുമ്പോൾ ആ രീതിയിൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാർ സാധാരണ സമ്മതിക്കാറുണ്ട്. ആ രീതിയിൽ നമ്മൾ ക്രോസ് എക്സാമിൻ ചെയ്തിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസിക്യൂഷന്റെ കേസ് ശരിയല്ല, ന്യൂമറസ് അക്യൂസ്ഡ് ഇല്ലായിരുന്നു, ദി വേ ഇൻ വിച്ച് ആൻഡ് ദി മാനർ ഇൻ വിച്ച് ദി ഇഞ്ചുറീസ് കോസ്ഡ് ഈസ് നോട്ട് ആസ് പെർ പ്രോസിക്യൂഷൻ കേസ് എന്നുള്ള എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ കേസിൽ ഡൗട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടേക്കപ്പ് ചെയ്യാൻ പറ്റും. അതായത് രണ്ടുപേർക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു, പലതരത്തിലുള്ള വെപ്പൺസ് ഉണ്ട്. അപ്പോൾ രണ്ടുപേരെ സംഘം ചേർന്ന് ആക്രമിച്ചതാണെന്നായിരിക്കും പ്രോസിക്യൂഷൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാകുക. അതേസമയം ഒരാളെ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ആക്രമിച്ച സമയത്ത് ഇൻ പ്രൈവറ്റ് ഡിഫൻസ് ഒറ്റ വെപ്പൺ കൊണ്ടുണ്ടാക്കിയ ഇഞ്ചുറീസ് ആണെന്ന് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ
that will give a clear indication of exercise of right of private defense, and that way പ്രോസിക്യൂഷൻ കേസ് ഡിമോളിഷ് ചെയ്യാനും അക്യൂസിന്റെ കേസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരേ വെപ്പൺ കൊണ്ട് തന്നെ പല തരത്തിലുള്ള ഇഞ്ചുറീസ് ഉണ്ടാവാം. ഇനി പെട്ടെന്ന് 2-3 കാര്യങ്ങളും കൂടി, അതായത് പെനിട്രേറ്റിംഗ് ഇഞ്ചുറി. പെനിട്രേറ്റിംഗ് ഇഞ്ചുറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കയറി പോകുന്ന ഇഞ്ചുറീസ്, അതിനെയാണ് പെനിട്രേറ്റിംഗ് ഇഞ്ചുറീസ് എന്ന്. അപ്പോൾ ഉള്ളിലേക്ക് കയറുന്ന പെനിട്രേറ്റിംഗ് ഇഞ്ചുറീസ് തന്നെ 2 തരത്തിലുണ്ടാവാം. ടിഷ്യൂസിലാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഗിവ് ദി ഡെപ്ത്. അതേസമയം ക്യാവിറ്റിയിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം കയറി പോയെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല, എൻറ്റി ഏരിയയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ ഉള്ള ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ സോഫ്റ്റ് ഏരിയ, ഉദാഹരണത്തിന് വയറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പെനിട്രേറ്റിംഗ് ഇഞ്ചുറി വെപ്പണിന്റെ ബ്ലേഡിന്റെ ലെങ്തിന് കറസ്പോണ്ടിങ് ആയിരിക്കണം എന്നില്ല. കാരണം അബ്ഡോമിനിൽ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിയുമ്പം ആ ഭാഗം മസിലങ്ങ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഈ വെപ്പണിന്റെ ബ്ലേഡിനേക്കാൾ കൂടുതൽ ആഴത്തിൽ ഇഞ്ചുറി സംഭവിക്കാം. അപ്പോൾ പ്രോസിക്യൂഷൻ കേസ് പറയുന്നതിനനുസരിച്ചായിരിക്കണം എന്നില്ല, തിരിച്ചു. അപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത് 4 ഇഞ്ച് നീളത്തിലുള്ള ബ്ലേഡിലുള്ള ഒരു കത്തി കൊണ്ട് 6 ഇഞ്ചോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആഴത്തിലുള്ള ഒരു മുറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോസിബിൾ ആണ് എന്ന് നമ്മൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ പ്രോസിക്യൂഷൻ അത് പറയും അതല്ല ഈ കാരണം കൊണ്ടാണ് ഉണ്ടായതെന്ന്. ദെൻ അത് പെനിട്രേറ്റിംഗ് ഇഞ്ചുറി. ഇനി അതിൻ്റെ ഒപ്പം ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞിട്ട് പോകാം. പെർഫറേറ്റിംഗ് ഇഞ്ചുറി. പെർഫറേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മറുപുറം തുളഞ്ഞു പോകുന്ന ഇഞ്ചുറിക്കാണ് പെർഫറേഷൻ, അതായത് തുളയുണ്ടാകുന്ന. അപ്പോൾ ഒരു ലോങ് ആൻഡ് ഷാർപ്പായിട്ടുള്ള അതായത് കുന്തം അല്ലെങ്കിൽ വാള് അതുപോലെയൊക്കെ ഉള്ളത് ബോഡിയിലേക്ക് കുത്തി ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില അവസരത്തിൽ അത് ഒരു മറുഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ ദാറ്റ് വിൽ പെർഫറേറ്റിംഗ്, അങ്ങനെ ഉണ്ടാകുന്ന ഇഞ്ചുറിക്ക് പെർഫറേറ്റിംഗ് ഇഞ്ചുറി എന്ന് പറയും. അതിന്റെ കാര്യത്തിൽ ഉള്ള ഒരു റിലവൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നിലും ബാക്കിലും ഇഞ്ചുറി ഉണ്ടാവും. അപ്പോൾ ഇത് അതിന്റെ ഡയറക്ഷൻ മുന്നിൽ നിന്നാണോ കുത്തിയത് ബാക്കിൽ നിന്നാണോ കുത്തിയെന്നുള്ളത് മനസ്സിലാക്കാൻ അത് വളരെ പ്രധാനമാണ്. അത് മനസ്സിലാക്കാനുള്ള ഒരു ഇൻഡിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അതിന് എൻട്രി വൂണ്ട് ആൻഡ് എക്സിറ്റ് വൂണ്ട് എന്നാണ് പറയുക. ആദ്യമേ ഉണ്ടായത് എൻട്രി വൂണ്ട്, പുറത്തേക്ക് ഇറങ്ങിപ്പോയ ഇഞ്ചുറി എക്സിറ്റ് വൂണ്ട്. സാധാരണഗതിയിൽ എൻട്രി വൂണ്ട് വിൽ ബി ലാർജർ, ബിഗർ ഇൻ സൈസ്, ആൻഡ് എക്സിറ്റ് വൂണ്ട് വിൽ ബി സ്മോളർ ഇൻ സൈസ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ ക്രോസ് എക്സാമിനേഷനിൽ മുന്നേ ഒന്ന് കുത്തി എന്ന് പറയുമ്പോൾ മുന്നത്തെ ഇഞ്ചുറി ചെറുതും ബാക്കിലത്തെ ഇഞ്ചുറി വലുതുമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാം എൻട്രി വൂണ്ട് സാധാരണഗതിയിൽ വലുതായിരിക്കില്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാർ എഗ്രി ചെയ്യും. അപ്പം വുഡ് ഇറ്റ് നോട്ട് ബി പോസിബിൾ ദാറ്റ് സ്റ്റാബ് വാസ് ഫ്രം ബിഹൈൻഡ്, അങ്ങനെ നമുക്ക് കേസ് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, എൻട്രി വൂണ്ട് ആൻഡ് എക്സിറ്റ് വൂണ്ട്. ഇനി പ്രമോദ് എത്ര സമയമുണ്ടോ? ഇപ്പൊ സമയം എത്രയായി? ഇപ്പം 8:35 ആയി. 8:35. ഓക്കെ. അപ്പൊ ഇത്രയും ഈ തരത്തിലുള്ള ഇഞ്ചുറീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി ജസ്റ്റ് ഫ്രാക്ചറും കൂടി ഒന്ന് പറഞ്ഞിട്ട് ഇപ്പം വൈൻഡപ്പ് ചെയ്യാം. ഫ്രാക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ബോണിന് ഉണ്ടാകുന്ന പൊട്ടല്, ഒടിവ്, തന്നെയാണ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഫ്രാക്ചർ എന്ന് പറയുന്നത് ഒരു 4 ടൈപ്പ് ഫ്രാക്ചർ നമ്മൾ സാധാരണ കേൾക്കുന്നുണ്ട്. ഹെയർലൈൻ ഫ്രാക്ചർ, ദെൻ ഫിഷേർഡ് ഫ്രാക്ചർ എന്ന് പറയും, സെക്കൻഡ് കാറ്റഗറി. തേർഡ് കമ്മ്യൂണേറ്റഡ് ഫ്രാക്ചർ, ആൻഡ് ഫോർത്ത് ഡിപ്രസ്ഡ് കമ്മ്യൂണേറ്റഡ് ഫ്രാക്ചർ. ഇങ്ങനെ 4 ടൈപ്പിലാണ് ഫ്രാക്ചർ. അപ്പോൾ ആദ്യമേ ഹെയർലൈൻ ഫ്രാക്ചർ എന്താണെന്ന് ഞാൻ പറയാം. ഹെയർലൈൻ ഫ്രാക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോണിന്റെ മൊത്തം തിക്നെസ് ഇൻവോൾവ് ചെയ്യാതെ, അതായത് ഒരു ഹാർഡ് ബോൺ, ഉദാഹരണത്തിന് നമ്മളെ സ്കൾ ബോണിൽ ഒരു അടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്കൾ ബോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമാന്യത്തിൽ തിക്കായിട്ടുള്ള ഒരു ബോണാണ്. അതിന്റെ ഔട്ടർ പ്ലേറ്റിൽ മാത്രം, മുഴുവനും ബോണ് ഫ്രാക്ചർ ആവാതെ അതിന്റെ ഔട്ടർ പ്ലേറ്റ് മാത്രം, അല്ലെന്നുണ്ടെങ്കിൽ കൈയുടെ അല്ലെങ്കിൽ കാലിന്റെ ഒക്കെ ഒരു വലിയ എല്ല്, അതിന്റെ കട്ടിയുള്ള ഭാഗത്ത് പുറം ഭാഗം മാത്രം ചെറിയൊരു ക്രാക്ക് ഉണ്ടാവും. അത് അതിന്റെ എൻറ്റയർ സർഫസിലേക്ക് ഇറങ്ങി പോകാത്ത തരത്തിലുള്ള ഫ്രാക്ചർ ആണെങ്കിൽ അതിനെ ഹെയർ ലൈൻ ഫ്രാക്ചർ എന്ന് പറയുന്നത്. അതാ വാക്കിൽ തന്നെ അതിന്റെ ഇൻഡിക്കേഷൻ ഉണ്ട്. ഒരു മുടിയുടെ പോലെ, ജസ്റ്റ് ഒരു മുടി അവിടെ വെച്ചതുപോലെ, ആ ബോണിന്റെ മേലെ ഒരു മുടി വെച്ചാൽ എങ്ങനെ കാണുമോ അതുപോലെയുള്ള ഫ്രാക്ചറിനാണ് ഹെയർ ലൈൻ ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ ഹെയർ ലൈൻ ഫ്രാക്ചറിന്റെ ഒരു മെഡിക്കൽ റിലവൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഹെയർ ലൈൻ ഫ്രാക്ചറിന്
പ്ലാസ്റ്ററിങ്ങോ ഒന്നും ആവശ്യമില്ല. അത് ഇമ്മൊബിലൈസ് ചെയ്തിട്ട് റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ക്യൂറായി പോകും. അത് ഹെയർലൈൻ ഫ്രാക്ചർ. ഇനി ബോണിന് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവാതെ ബോണിന്റെ എൻറ്റയർ തിക്നെസ്സിൽ ഫ്രാക്ചർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് ഫിഷേർഡ് ഫ്രാക്ചർ എന്ന് പറയും. ഒറ്റ ഒരു ഫിഷർ മാത്രം ഉണ്ടാകുന്നതിന് ഫിഷേർഡ് ഫ്രാക്ചർ എന്ന് പറയും. അതേസമയം ഇപ്പോൾ സ്കൾ ബോൺ പോലെയുള്ള ബോണിൽ ഒരു ഹാർഡ് ഓബ്ജക്റ്റ് കൊണ്ട് അടിക്കുകയോ അല്ലെങ്കിൽ വിറ്റിയ പോലത്തെ സാധനം കൊണ്ട് തട്ടുകയോ അല്ലെങ്കിൽ വടി കൊണ്ട് അടിക്കുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിലധികം ഫ്രാക്ചേഴ്സ് ഉണ്ടാവും. അങ്ങനെ അതായത് എട്ടുകാലി വല പോലെ അങ്ങനെ പല ഫ്രാക്ചേഴ്സ്, അതായത് ഒറ്റ ഇമ്പാക്ട് കൊണ്ട് പല ഫ്രാക്ചേഴ്സ് ഉണ്ടായതിനാണെന്നുണ്ടെങ്കിൽ അതിനെ കമ്മ്യൂണിറ്റഡ് ഫ്രാക്ചർ എന്ന് പറയും. COMMUNITED കമ്മ്യൂണിറ്റഡ് ഫ്രാക്ചർ. ഇനി ചില അവസരത്തിൽ ഇപ്പം ഉദാഹരണത്തിന് തലയിൽ തന്നെ ഒരു ചെറിയ ചുറ്റിയ കൊണ്ട് ഉള്ള ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ഹിറ്റിങ് കൊണ്ട് ഫ്രാക്ചർ ഉണ്ടാകുമ്പോൾ കമ്മ്യൂണിറ്റഡ് ഫ്രാക്ചർ ഒന്നിലധികം ഫ്രാക്ചർ ഉണ്ടാകും. അതേപോലെ തന്നെ ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ ബോണ് ഉള്ളിലേക്ക് അമർന്നു പോകും, താന്നു പോകും. അങ്ങനെ ഉള്ളതിനാണെന്നുണ്ടെങ്കിൽ അവിടെ ആ കുഴിക്കാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഫ്രാക്ചറിന് ഡിപ്രസ്ഡ് കമ്മ്യൂണിറ്റഡ് ഫ്രാക്ചർ എന്ന് പറയുന്നു. അപ്പോൾ ഈ ഇമ്പാക്റ്റിന്റെ ഫോഴ്സ് കൊണ്ട് ഇങ്ങനെ പല ലൈനിലായിട്ട് പോയിട്ടുണ്ടാവും. അതേപോലെ ആ സർഫസ് ഓഫ് പോയിന്റ് ഓഫ് ഇമ്പാക്റ്റിൽ കുഴിവും ഉണ്ടാവും. അങ്ങനെയുള്ളതിനെ ഡിപ്രസ്ഡ് കമ്മ്യൂണിറ്റഡ് ഫ്രാക്ചർ എന്ന് പറയും. അത് അത്രയും കാര്യങ്ങൾ. പിന്നെ നമ്മൾ സാധാരണ കൂൺ സർട്ടിഫിക്കറ്റിൽ കാണുന്നത് ക്ലോസ്ഡ് ഫ്രാക്ചർ ആൻഡ് ഓപ്പൺ ഫ്രാക്ചർ. ക്ലോസ്ഡ് ഫ്രാക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാലിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് മുറിവുണ്ടാവില്ല. എല്ല് പൊട്ടിയിട്ടുണ്ടാവും, പക്ഷെ അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും, പുറത്തേക്ക് വന്നിട്ടില്ല. അത് ക്ലോസ്ഡ് ഫ്രാക്ചർ. അതേസമയം എല്ല് ആ ഫ്രാക്ചറിന്റെ സൈറ്റിൽ നമ്മൾ ടിഷ്യൂസും സ്കിന്നും പൊട്ടി പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഓപ്പൺ ഫ്രാക്ചർ. അത് തന്നെ ഒന്നിലധികം സ്ഥലത്ത് എല്ലിന് ഫ്രാക്ചർ വന്നിട്ടുണ്ടെങ്കിൽ അത് മൾട്ടിപ്പിൾ ഫ്രാക്ചർ എന്ന് പറയും. അതല്ല ഒന്നേ ഉള്ളെന്നുണ്ടെങ്കിൽ സാധാരണ ഇതിൽ ഇത് ജസ്റ്റ് ടേൺഡ് ആസ് എ സിമ്പിൾ ഫ്രാക്ചർ. സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ, ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ്. ഇത്രയാണ് നമുക്ക് ഫ്രാക്ചറിനെ കുറിച്ച് ജനറലായിട്ട് പറയാനുള്ളത്. അപ്പോൾ വിത്ത് ദാറ്റ് ഫോർ ദ ടൈം ബീയിങ് ഐ എം വൈൻഡിങ് അപ്പ്. ഇനി എപ്പോഴെങ്കിലും അവസരം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് നോട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് അല്ല. കുറേ ആൾക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ കുറച്ച് പേരെങ്കിലും ഇതൊന്നും ഈ രീതിയിൽ മനസ്സിലാക്കാത്തവരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി ഈ കാര്യങ്ങളൊന്ന് ഈ കുറേ ടേംസും കുറേ കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. ഇനി ഏതെങ്കിലും അവസരത്തിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഏരിയയെ കുറിച്ച് നമുക്ക് ഇനി കവർ ചെയ്യാത്ത കുറേ ഏരിയ ഉണ്ട്. ഫോറൻസിക് ബാലിസ്റ്റിക്സ്, ടോക്സിക്കോളജി, അതുപോലെയുള്ള കുറേ ഏരിയ ഞാനിപ്പം ടച്ച് ചെയ്യാത്തതുകൊണ്ട് അതിലേക്കൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും അവസരം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം നമുക്ക് നോക്കാം. തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ ഇപ്പോൾ ഒന്ന് ഇന്ററാക്ഷന് വേണ്ടിയിട്ട് നിർത്തുകയാണ്. ഇന്ററാക്ഷൻ ആൻഡ് ഫർദർ ഡിസ്കഷൻ. പ്രമോദ് പ്ലീസ്. ഇന്ററാക്ഷൻ ആണ് സാറിനോട് ഒന്നുകൂടി ഞാൻ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യാണ്. എനിക്ക് കേൾക്കാൻ ചോദിച്ചോളാം. അഡ്വക്കേറ്റ് PB സുനിൽ. സർ, ഈ ബ്ലണ്ട് ഓബ്ജക്റ്റ് വെച്ചിട്ട് പ്രഷർ വൂൺസ് ഉണ്ടാക്കാൻ പറ്റില്ലേ? രണ്ട് ബ്ലണ്ട് ഒബ്ജക്ട്സ് വെച്ചിട്ട് പ്രഷർ വൂൺസ് ഉണ്ടാക്കാൻ പറ്റില്ലേ? ഓ, പറ്റൂല. ബ്ലണ്ട് ഓബ്ജക്റ്റ് കൊണ്ട് പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. അതുപോലെ ഏരിയ അനുസരിച്ച് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സ്കിന്നൊക്കെ ടൈറ്റ് ആയിട്ടുള്ള ഏരിയയിലാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് സ്കിൻ സ്പ്ലിറ്റിംഗ് ഉണ്ടാകും. ആൻഡ് ഇറ്റ് മേ ഗിവ് ദി അപ്പിയറൻസ് ഓഫ് എ ഇൻസൈസ് ഇഞ്ചുറി. അങ്ങനെ ഉണ്ടാകുന്ന ബ്ലണ്ട് വെപ്പൺ, അതായത് എപ്പോഴും ഒരു സ്പ്ലിറ്റിംഗ് ഓഫ് സ്കിൻ ഉണ്ടാവാൻ ഷാർപ്പായിരിക്കാൻ ഉള്ള വെപ്പൺ തന്നെ വേണമെന്നില്ല. ഈവൻ ബ്ലണ്ട് വെപ്പൺ, അതായത് ഇപ്പം സാധാരണ ലാത്തി കൊണ്ടൊക്കെ തലക്കടിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രാക്ചർ ഉണ്ടാവാം. അതേപോലെ തന്നെ സ്കിൻ സ്പ്ലിറ്റിംഗ് ഉണ്ടാവും, പോസിബിൾ ആണ്.
ഓക്കെ സാർ. രാജശ്രീ മാഡം ചോദിച്ചോളൂ. കേക്കാവോ കേൾക്കാം. സർ? ഒരു 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 കത്തിയിട്ടൊരു കുത്തി ഇട്ട് കത്തി തിരിച്ച് വലിച്ചെടുക്കുമ്പോൾ ഈ അതേ പൊസിഷനിൽ തന്നെ വലിച്ചെടുക്കണം എന്നില്ല. അപ്പൊ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് സൈഡിലും മറ്റും വേറെ ഇഞ്ചുറീസ് ഇങ്ങനെ കറക്റ്റ് ഇതിലായി വരില്ലല്ലോ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യുന്നത്? അല്ല, അത് വെരി റിലവന്റ് ക്വസ്റ്റ്യൻ. ഞാൻ ആദ്യമേ പറഞ്ഞു, അതായത് സാധാരണഗതിയിൽ വെപ്പന്റെ പലപ്പോഴും അതൊരു ഇൻവേരിയബിൾ റൂൾ അല്ല. കാരണം ഏത് തരത്തിലാണ് ഡയറക്ഷൻ ഓഫ് ദി അറ്റാക്ക്, മാനർ ഓഫ് ദി അറ്റാക്ക്. ചില ആൾക്കാർ ഇപ്പോ അത് അങ്ങനെ ഈ ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാരും ട്രെയിൻഡ് ആയിട്ടും ഒക്കെ ഉള്ള ഗുണ്ടകളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറ്റിൽ കുത്തി കഴിഞ്ഞിട്ട് കത്തി ഒരു തിരിക്കലും റിസൾട്ടിങ് ഇൻ ഇന്റേണൽ ഓർഗൻസിനെ എല്ലാം ഇഞ്ചുറി ചെയ്യുന്ന, കട്ട് ചെയ്യുന്ന തരത്തിലുള്ളത്. നമ്മളെ ഇൻറ്റസ്റ്റൈൻസ്, സ്റ്റൊമക്ക്, ഇന്റേണൽ ഓർഗൻസ് എല്ലാം അഫക്റ്റഡ് ആവുന്ന രീതിയിൽ കത്തി കുത്തി തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കുമ്പോൾ അത് എങ്ങനെ സംഭവിച്ചാണെന്ന് പോലും മനസ്സിലാവില്ല. അതേപോലെ കുത്തിയ ആ ഡയറക്ഷൻ തന്നെ ആയിരിക്കണം എന്നില്ല വിഡ്രോവൽ. അപ്പോൾ എൻട്രി വൂണ്ടും വിഡ്രോവൽ വൂണ്ടും അതേ സ്പെസിഫിക് പോലെ തന്നെ ആയിരിക്കില്ല. അപ്പോൾ എൻട്രി ചെയ്ത സ്ഥലത്ത് ആദ്യമേ ചെറിയ ഒരു ഓപ്പണിംഗ് ആണ് ഉണ്ടാകുക. അത് കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്യുന്നത് വേറൊരു ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഈവൻ ഷേപ്പ് പോലും സാധാരണഗതിയിൽ ഒന്ന് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഒരു ഇഞ്ചുറി ഉണ്ടാകുന്ന പകരം അത് വേറൊരു ആംഗിളിലേക്ക് തിരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു വി ഷേപ്പിലും ഒക്കെ അതെല്ലാം സംഭവിക്കാം. അപ്പോൾ നമ്മൾ ഈ ഓൾ പോസിബിലിറ്റീസ്, പ്രത്യേകിച്ചും ഷാർപ്പ് വെപ്പൺസും കൊണ്ടുണ്ടാകുന്ന ഇഞ്ചുറീസ് പല പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഒരു ട്രയൽ ലോയറെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രയൽ ലോയറെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒരു ഡിഫൻസ് ലോയറെ സംബന്ധിച്ചിടത്തോളം, പ്രോസിക്യൂഷന്റെ പറഞ്ഞിരിക്കുന്ന ആ രീതിയിലായിരിക്കില്ല സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ഡിഫറെന്റ് പോസിബിലിറ്റീസ് നമ്മൾ കോർട്ടിന്റെ മുന്നിൽ ഫേസ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് കേസ് ഡിഫെൻഡ് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് ഇന്ന തരത്തിലെല്ലാം സംഭവിക്കാം ഒന്നല്ലേ എന്ന് ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ഡോക്ടർ അത് എഗ്രി ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം ഒരേ വെപ്പൺ കൊണ്ട് തന്നെ പലതരത്തിലുള്ള ഷേപ്പ് ഉള്ള ഇഞ്ചുറി ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞു. ശരീരത്തിന്റെ മുന്നിലും ബാക്കിലും ഒക്കെ ഒരേ കത്തി കൊണ്ട് തന്നെ കുത്തിയിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഇഞ്ചുറീസ് ഉണ്ടാവാം. അപ്പോൾ ആ പോസിബിലിറ്റി, ഇങ്ങനെയുള്ള ഡിഫറെന്റ് പോസിബിലിറ്റീസിനെ കുറിച്ചുള്ള ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. സാധാരണ ജനറൽ റൂൾ വെപ്പന്റെ ഷേപ്പിന് കറസ്പോണ്ടിങ് ആയിരിക്കും. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ഇൻവേരിയബിൾ. ഉപയോഗിച്ച വെപ്പന്റെ പ്രത്യേകത, അതിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രഷർ, മാനർ ഓഫ് ദി അറ്റാക്ക്, ഇതെല്ലാം അനുസരിച്ചിട്ട്, പിന്നെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ഞാൻ പറഞ്ഞ പോലെ വയറ്റിലൊക്കെ കുത്തിട്ട് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ വലിയൊരു വെപ്പൺ ഉപയോഗിച്ച പോലെയോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പുറത്തുനിന്ന് വലിയൊരു ബ്ലണ്ട് ഫോഴ്സ് ഉപയോഗിച്ച പോലെയൊക്കെ ഉള്ള അപ്പിയറൻസ് ആണ് ഉണ്ടാകുക. അങ്ങനത്തെ എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. ആ പോസിബിലിറ്റീസിനെ കുറിച്ച് നമ്മൾക്ക് ധാരണ ഉണ്ടായിരിക്കണം പ്രോസസ് ആണ്. ഓക്കെ, താങ്ക് യു സർ. സാർ നമസ്കാരം. നമസ്കാരം. ഈ വെടിയുണ്ട കൊണ്ട് മുറിവുണ്ടാക്കി കൊലപ്പെടുത്തുമ്പോൾ വെടിയുണ്ട അതിന്റെ ഡിസ്റ്റൻസ് എത്ര ദൂരത്തിൽ നിന്നാണ് വെടിവെച്ചത് എന്ന് പ്രൂവ് ചെയ്യുന്ന ചോദ്യത്തെ കുറിച്ച് എനിക്ക് ധാരണയുണ്ട്. ഇത് നമ്മൾ ഫോറൻസിക് ബാലിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ്, ഞാൻ വേറൊരു ഗ്രൂപ്പിൽ അത് തന്നെ ഒരു സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട്, അതായത് എടുക്കേണ്ട ഒരു സംഗതിയാണ്. അത് കുറേ അധികം കാര്യങ്ങൾ, അതായത് ഫയർ ആം വെപ്പൺസ്, അതുകൊണ്ടുണ്ടാകുന്ന ഇഞ്ചുറീസ്, അതിന്റെ കാര്യങ്ങൾ നമുക്ക് ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത്. എനിക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറൻസിക് ബാലിസ്റ്റിക്സ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക ഒരു പാർട്ടായിട്ട് തന്നെ നമുക്ക് ഡീൽ ചെയ്യാനുണ്ട്. അത് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. സാർ, ഒരു ക്വസ്റ്റ്യൻ ചാറ്റ് ബോക്സിലുണ്ട് ഫ്രം അഡ്വക്കേറ്റ് ജോബി. Question is that whether lacerations are possible with a sharp-edged weapon. Whether lacerations are possible with a sharp-edged weapon. Okay, got it.
ദാറ്റ് ഓൾസോ ഈസ് പോസിബിൾ. അതായത് ഇതിനൊന്നിനും ഒരു ജനറൽ റൂൾ ഉണ്ട്, പക്ഷേ എല്ലാത്തിനും എക്സെപ്ഷൻസ് ഉണ്ട്. ലാസറേഷൻസ് ആർ പോസിബിൾ വിത്ത് എ ഷാർപ്പ് എഡ്ജഡ് വെപ്പൺ ഓൾസോ. ഒന്ന്, ഷാർപ്പ് എഡ്ജഡ് വെപ്പന്റെ ബ്ലണ്ട് സൈഡും ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഷാർപ്പ് എഡ്ജഡ് വെപ്പൺ തന്നെ, ഒരു ഉദാഹരണത്തിന് ഒരു കത്തി തന്നെ, കത്തിയുടെ ബ്ലേഡ് എല്ലാ ഭാഗത്തും അതിന്റെ ഷാർപ്നെസ് യൂണിഫോം ആയിരിക്കില്ല. സാധാരണഗതിയിൽ അതിന്റെ ടിപ്പിലേക്ക് വരുമ്പോഴത്തേക്കും ഷാർപ്നെസ് കൂടുകയും അതിന്റെ മറ്റേ അറ്റത്തെ പിടിയുടെ അറ്റത്തേക്ക് വരുമ്പോഴേക്കും ഷാർപ്നെസ് കുറഞ്ഞിരിക്കുകയും ചെയ്യുന്ന, അതൊരു സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ഒരു, പ്രത്യേകിച്ച് കട്ടിങ് വെപ്പൺസിന് അത് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള പോർഷൻ കൊണ്ടുണ്ടാകുന്ന ഇഞ്ചുറി വെപ്പണിന്റെ തന്നെ അറ്റം നല്ല ഇൻസൈസ്ഡ് ഇഞ്ചുറിയും, അതേസമയം പിടിയോടടുത്ത ഭാഗം, ബ്ലേഡിന്റെ പിടിയോടടുത്ത ഭാഗം കൊണ്ടുണ്ടാകുന്നത് ആണെന്നുണ്ടെങ്കിൽ അത് ലാസറേറ്റഡ് ഇഞ്ചുറി ഉണ്ടാകാൻ അത് സാധ്യതയുണ്ട്. പിന്നെ ഈ അത് ഏത് രീതിയിലാണ്, അതായത് ആ ഷാർപ്നെസിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സാധാരണഗതിയിൽ ഇൻസൈസ്ഡ് ഇഞ്ചുറിയും, അതേസമയം അത് ആ ബ്ലേഡ് ഉദാഹരണത്തിന് ഇങ്ങനെ വെച്ചിട്ട് സൈഡിലേക്ക് ആണ് പോകുന്നതെങ്കിൽ അപ്പോഴും അതിന് ലാസറേറ്റഡ് ഷേപ്പ്, ലാസറേറ്റഡ് ഇഞ്ചുറിയുടെ ഒരു അപ്പിയറൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഞാനീ പറഞ്ഞത് ഇതൊന്നും എന്താ വളരെ ഇൻഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇൻവേരിയബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല, എല്ലാത്തിനും എക്സെപ്ഷൻസ് ഉണ്ട്. ആ എക്സെപ്ഷനും കൂടി നമ്മൾ മനസ്സിലാക്കിയിരുന്നാലാണ് എഫക്റ്റീവായിട്ട് നമുക്ക് ട്രയലിൽ സാക്ഷികളെയും അതേപോലെ എക്സ്പേർട്ടിനെയും ക്രോസ് എക്സാമിൻ ചെയ്യാം. അത് വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഡിഫറെന്റ് പോസിബിലിറ്റീസ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ, നോ മോർ ക്വസ്റ്റ്യൻ സാർ. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം സാർ. യെസ്, സാർ ഇൻഫാക്ട് ഈ ക്ലാസ് പ്രാക്ടിക്കൽ സൈഡിൽ ഉള്ള കാര്യങ്ങളാണ് സാറ് നമ്മളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത്. ഫോറൻസിക് ലോ പാർട്ട് 2 എന്ന കാര്യത്തിൽ സാറ് നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഒരു പ്രാക്ടീസിംഗ് ലോയറുടെ ഡെയിലി ലൈഫിൽ കോടതിയിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഫാക്ട് അതൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം സാറ് ആ നൈഫും ആ വെപ്പൺസ് എല്ലാം യൂസ് ചെയ്യുന്ന രീതി പോലും കാണിച്ച് ആണ് സാറ് ബോഡിയിൽ അത് മാർക്ക് ചെയ്ത് കാണിക്കുന്ന വിധത്തിലായിരുന്നു വി ഫീൽ ഇറ്റ് സോ ഗുഡ്. സോ സാറിന്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിൽ ഉള്ള നന്ദി സാറിനോട് പ്രത്യേകം രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ബാർ കൗൺസിലിന്റെ ചെയർമാൻ ജോസഫ് ജോൺ സാർ, ഷറഫുദ്ദീൻ സാർ, ശ്രീനാഥ് ഗിരി സാർ, ശ്രീ രാമൻകുട്ടി സാറ്, ശ്രീ മൊയ്തീൻ സാറ് അടക്കമുള്ള എല്ലാവരും ഇപ്പോഴും നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. അവർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. Senior lawyers, other participants, and our host, Advocate Shamin, our joint secretary, Sri Shivaraman, including and all of the staff of our Bar Council, expressing our thanks to being with us for this class. Tomorrow's class will be handled by Advocate K.K. Vijayakumar sir from High Court of Kerala. He is dealing the subject res sub judice and res judicata, the CPC, res sub judice and res judicata. So 7 p.m. sharp tomorrow. See you tomorrow. Good night. Thank you. Thank you, sir. Thank you. Thank you all.